Okay, Appa, good evening. Welcome to our first class of microbiology. അപ്പോൾ മൈക്രോബയോളജി ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മൈക്രോബയോളജി എന്നാൽ എന്ത്? മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം റിലേറ്റഡ് ടു ബയോളജിയാണ്. ബയോളജി ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസിന്റെ സൂക്ഷ്മ അണുക്കളുടെ സ്റ്റഡിയെ പറ്റി പറയുന്ന ഒരു ശാസ്ത്രശാഖയാണ് മൈക്രോബയോളജി. മൈക്രോബയോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി. ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസിന്റെ മാത്രം സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് മൈക്രോബയോളജി. ഈ മൈക്രോ ഓർഗാനിസംസ് എന്താണ്? മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് ദേ ആർ ബയോളജിക്കൽ എൻറ്റിറ്റീസ് ടു സ്മോൾ ടു ബി സീൻ വിത്ത് ദ അൺഎയ്ഡഡ് ഐ. അതായത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസംസിനെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഈ മൈക്രോ ഓർഗാനിസംസിനെ മറ്റൊരു പേരും കൂടി പറയും മൈക്രോബ്സ് എന്നും പറയും. അപ്പോൾ മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ മൈക്രോബയോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബ്സ്. ആൻഡ് ദീസ് മൈക്രോ ഓർഗാനിസംസ് ആർ ഓർഗാനിസംസ് വിച്ച് ആർ ടു സ്മോൾ ടു ബി സീൻ വിത്ത് അവർ നേക്കഡ് ഐ. ഇനി മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോബ്സിന്റെ സ്റ്റഡിയില് ജനറലി പറയുന്നതിനോടൊപ്പം തന്നെ മൈക്രോബ്സ് എന്താണ്, മൈക്രോബിയൽ സെല്ലുകൾ എന്താണ്, ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ മെറ്റബോളിസം എങ്ങനെയാണ്. മെറ്റബോളിസം എന്ന് പറയുന്നത് ദ കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ഇസ് ടേക്കൻ പ്ലേസ് ഇൻ ആൻ ഓർഗാനിസം, അതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. പിന്നെ ഡൈവേഴ്സിറ്റി, ജനറ്റിക്സ്, എവല്യൂഷൻ, ഇക്കോളജി ആൻഡ് ദ റോൾ ഇൻ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് ഈ മൈക്രോബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ്, നല്ല മൈക്രോ ഓർഗാനിസംസും ഉണ്ട്, നമുക്ക് രോഗം പരത്തുന്ന മൈക്രോ ഓർഗാനിസംസും ഉണ്ട്. ഇപ്പൊ ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസും ഉണ്ട്, ഹാംലെസ് മൈക്രോ ഓർഗാനിസം. അതിന് മൈക്രോബയോളജിയിൽ ഒരു ടേം പറയും പാത്തജനിക്, നോൺ പാത്തജനിക് എന്ന്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് പറയാം. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് സഹായകരമായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ നോൺ പാത്തജനിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഹാംഫുൾ അല്ലാത്ത, ഹാംലെസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് നോൺ പാത്തജനിക്. ഇനി ഈ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ആണ് പാത്തജനിക് മൈക്രോ ഓർഗാനിസംസ്. നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, വൈറസ് എല്ലാം വരും. അപ്പോൾ ഈ മൈക്രോബയോളജി എന്ന് ഒരു ജനറൽ ടേം നമ്മൾ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നെങ്കിലും ഒരു മൈക്രോബിന്റെ സ്ട്രക്ചർ എന്താണ്, ആ മൈക്രോബിന്റെ ഓർഗാനിസത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് എന്താണ്, ജനറ്റിക്സ്, എവല്യൂഷൻ എല്ലാം കൂടെ ഉൾപ്പെട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് ബയോളജി ആണ് മൈക്രോബയോളജി. ഇനി മൈക്രോബയോളജി കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരെ മൈക്രോബയോളജിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ടേംസ് ഓർത്തു വയ്ക്കുക, ടേംസ് മാത്രം സ്ട്രെസ് ചെയ്ത് ഓർത്തു വയ്ക്കുക. ഫസ്റ്റ് വൺ ഇസ് മൈക്രോബയോളജി. മൈക്രോബയോളജി സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബ്സ്. മൈക്രോബ്സ് എന്താണെന്നുള്ളത്. പിന്നെ മൈക്രോബ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, പാത്തജനിക്കും നോൺ പാത്തജനിക്കും. പാത്തജനിക് എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള, ഹാംഫുൾ ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് പാത്തജനിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇനി ഈ മൈക്രോബയോളജിയെ കുറിച്ച് പഠിക്കുന്ന സയന്റിസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് മൈക്രോബയോളജിസ്റ്റ്. ഇനി അടുത്ത ഈ ഏറ്റവും ആദ്യം തന്നെ മൈക്രോബയോളജിക്കൽ റിസർച്ച് നടത്തിയ ഒരു സയന്റിസ്റ്റ് ആണ് ആന്റോണി വാൻ ലുവൻഹോക്ക്. ആന്റോണി വാൻ ലുവൻഹോക്ക്, അതായത് ഹീസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സീ ബാക്ടീരിയ. ബാക്ടീരിയനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഡച്ച് മൈക്രോസ്കോപ്പിസ്റ്റ് ആണ് ആന്റോണി വാൻ ലുവൻഹോക്ക്. അതായത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാണ് അദ്ദേഹം ആദ്യമായിട്ട് ബാക്ടീരിയസിനെ കണ്ടുപിടിച്ചത്. പേര് ഓർത്തു വയ്ക്കുക. മൈക്രോബയോളജിയിൽ ഏകദേശം ഒരു 5 സയന്റിസ്റ്റ് ആണ്, ഒരു ഹൈലി കോൺട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള 5 സയന്റിസ്റ്റിന്റെ പേരാണ്. അതിൽ ആദ്യം തന്നെ ഉള്ളത് ആന്റോണി വാൻ ലുവൻഹോക്ക് ആണ്. ആന്റോണി വാൻ ലുവൻഹോക്ക് ആണ് ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് അറിയപ്പെടുന്നത്. ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. അതായത് ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ബാക്ടീരിയനെ കണ്ടെത്തിയ ആളാണ് ആന്റോണി വാൻ ലുവൻഹോക്ക്. യൂസ് ചെയ്തത് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായിട്ട് ബാക്ടീരിയനെ കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ്, ഡച്ച് മൈക്രോസ്കോപ്പിസ്റ്റ് ആണ് ആന്റോണി വാൻ ലുവൻഹോക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് മൈക്രോബയോളജിയിലെ 4 പ്രശസ്തരായ സയന്റിസ്റ്റുമാർ കൂടി വന്നു.
അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. ഫ്രഞ്ച് കെമിസ്റ്റ് ആയിട്ടുള്ള ലൂയിസ് പാസ്റ്റർ ആണ്. അദ്ദേഹം വളരെയധികം കോൺട്രിബ്യൂഷൻസ് തന്നു. പാസ്റ്ററൈസേഷൻ, പിന്നെ വാക്സിൻസ്, അങ്ങനെയുള്ള കുറെ കോൺട്രിബ്യൂഷൻസ് ലൂയിസ് പാസ്റ്ററിന്റെ അടുത്തുനിന്ന് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജർമ്മൻ ഫിസിഷ്യനായ റോബർട്ട് കോച്ച്, തേർഡ് സയന്റിസ്റ്റ് ആണ് റോബർട്ട് കോച്ച്. കോച്ച് എന്ന് പറയുന്നത് കോച്ച് പോസ്റ്റുലേറ്റ്സ് ഒക്കെ എന്ന് പറയുന്ന മൈക്രോബയോളജിക്കൽ തിയറീസ് ഒക്കെ കൊണ്ടുവന്നത് റോബർട്ട് കോച്ച് ആണ്. പിന്നെ ഡച്ച് മൈക്രോബയോളജിസ്റ്റ് ആയിട്ടുള്ള മാർട്ടിനസ് ബെയ്ജറിംഗ്. മാർട്ടിനസ് ബെയ്ജറിംഗ് ഒരു ഡച്ച് മൈക്രോബയോളജിസ്റ്റ് ആണ്. അദ്ദേഹം സോയിൽ മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റഡി. അദ്ദേഹം ഒരു ബാക്ടീരിയ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് ബാക്ടീരിയ ബെയ്ജറിംഗ്യ എന്നുള്ളൊരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള ആദരവായിട്ട് ബെയ്ജറിംഗ്യ എന്നുള്ളൊരു ബാക്ടീരിയക്ക് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റഷ്യൻ മൈക്രോബയോളജിസ്റ്റ് ആയ വിനോഡ് ഗ്രാസ്കി. വിനോഡ് ഗ്രാസ്കി എന്ന് പറയുന്നത് ഒരു റഷ്യൻ മൈക്രോബയോളജിസ്റ്റ് ആണ്. ഓക്കെ, പേരിങ്ങനെ ഓർഡറിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഫസ്റ്റ് വൺ ഇസ് ആന്റോണി വാൻ ലുവൻഹോക്ക്, സെക്കൻഡ് ലൂയിസ് പാസ്റ്റർ, റോബർട്ട് കോച്ച്, ബെയ്ജറിംഗ്, വിനോഡ് ഗ്രാസ്കി. ഇത്രയും 5 സയന്റിസ്റ്റുകളാണ്, അല്ലെങ്കിൽ 5 മൈക്രോബയോളജിസ്റ്റുകളാണ് മൈക്രോബയോളജിയിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ചസും കോൺട്രിബ്യൂഷൻസും ഒക്കെ നടത്തിയ സയന്റിസ്റ്റ്. അതിൽ ആന്റോണി വാൻ ലുവൻഹോക്ക് ഇസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. ഇനി ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ആയിട്ട് ലൂയിസ് പാസ്റ്ററിനെയും പറയുന്നുണ്ട്. ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി എന്നിരുന്നാൽ തന്നെയും ആന്റോണി വാൻ ലുവൻഹോക്ക് ഇസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. ഓർത്ത് വയ്ക്കാം, മൈക്രോബയോളജി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ആന്റോണി വാൻ ലുവൻഹോക്ക്, ആൻഡ് ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി എന്നാണ് പറയുന്നതെങ്കിൽ ഇറ്റ് ഇസ് ലൂയിസ് പാസ്റ്റർ. ഇനി മൈക്രോബയോളജിയിൽ തന്നെ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു മൈക്രോബ്സ് എന്താണ്, മൈക്രോബിയൽ സെല്ലുകൾ എന്താണ്, സ്ട്രക്ചർ, ഫങ്ഷന്, ഡൈവേഴ്സിറ്റി, എവല്യൂഷൻ, പിന്നെ ഇൻഫെക്ഷ്യസ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ജനറലി പറയുന്ന ഇതാണ് മൈക്രോബയോളജി. ഈ മൈക്രോബയോളജിയിൽ സബ് ഡിസിപ്ലിൻസ് കൊടുത്ത് ഓരോന്നിനെയും ഏതൊക്കെയാണ് എന്നുള്ള പല പല ഡിസിപ്ലിൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റില് നോക്കാം. അഗ്രികൾച്ചർ അല്ലെങ്കിൽ സോയിൽ മൈക്രോബയോളജി, അതാണ് ഫസ്റ്റ് വൺ. അഗ്രികൾച്ചർ അല്ലെങ്കിൽ സോയിൽ മൈക്രോബയോളജി. സോയിൽ മൈക്രോബയോളജി എന്ന് കേൾക്കുമ്പോഴേ അറിയാം സോയിലുള്ള, അതായത് മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസംസ്, അതിന്റെ ഡൈവേഴ്സിറ്റി, അതിന്റെ പ്രോസസ്സുകളെ പറ്റി പഠിക്കുന്ന ഒരു മൈക്രോബയോളജിയുടെ സബ് ഡിവിഷൻ ആണ് സോയിൽ മൈക്രോബയോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ മൈക്രോബയോളജി. ഈ പറയുന്നത് മൈക്രോബയോളജിയുടെ സബ് ഡിവിഷൻസ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് വൺ സോയിൽ മൈക്രോബയോളജി, ദ മൈക്രോബിയൽ പ്രോസസ്സസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഇൻ സോയിൽ. സെക്കൻഡ് വൺ ഇസ് അക്വാറ്റിക് മൈക്രോബയോളജി. അക്വാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം റിലേറ്റഡ് ടു വാട്ടർ. മൈക്രോബിയൽ പ്രോസസ്സസ് ഇൻ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ കംസ് അണ്ടർ ദ ഡിസിപ്ലിൻ അക്വാറ്റിക് മൈക്രോബയോളജി. പിന്നെ ഒരു ഡിസിപ്ലിൻ ആണ് ബയോടെക്നോളജി, പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാല്യൂ പ്രോഡക്ട്സ് ബൈ ജനറ്റിക്കലി എൻജിനീയർഡ് മൈക്രോ ഓർഗാനിസംസ്. ജനറ്റിക്കലി എൻജിനീയർഡ് മൈക്രോ ഓർഗാനിസംസ് വെച്ച് ഹൈ വാല്യൂ പ്രോഡക്ട്സിനെയൊക്കെ പ്രൊഡക്ഷൻ ഒക്കെ നോക്കുന്ന ആ ഒരു ഡിസിപ്ലിൻ ആണ് ബയോടെക്നോളജി. ഫോർത്ത് വൺ ഇസ് ജീനോമിക്സ്, അതായത് മൈക്രോ ഓർഗാനിസത്തിന്റെ ജീനിന്റെ സീക്വൻസിങ്ങും അനാലിസിസും ഒക്കെ നടത്തുന്ന ഡിസിപ്ലിൻ ആണ് ജീനോമിക്സ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് ഇമ്മ്യൂൺ റെസ്പോൺസുകളെ പറ്റി. ഇപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒരു ഹ്യൂമൻ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്ടീരിയ ചെറുത്ത് നിൽക്കാനുള്ള ഇമ്മ്യൂൺ പവർ നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ഡെവലപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള വന്നിട്ടുള്ള ആ ബാക്ടീരിയയുടെയും നമ്മുടെ ബോഡി ഡെവലപ്പ് ചെയ്ത ഇമ്മ്യൂണിറ്റിയുടെയും ഒക്കെ ഒരു റിയാക്ഷൻസ്, അതിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ഡിസിപ്ലിൻ ആണ് ഇമ്മ്യൂണോളജി, റിലേറ്റഡ് ടു ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി. ഇനി സിക്സ്ത് വൺ ആണ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. ഇൻഡസ്ട്രിയൽ എന്ന് പറയുമ്പോഴേ അറിയാം മൈക്രോ ഓർഗാനിസത്തിന് ഇൻഡസ്ട്രിയൽ ആയിട്ട് യൂസുകൾ ഉണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്ന് പറയും. അതായത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ് ആൻഡ് കമോഡിറ്റി കെമിക്കൽസ്. ആന്റിബയോട്ടിക്സ് ആവാം, പിന്നീട് വാക്സിൻസ് ആവാം, അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ, ഇതെല്ലാം വരുന്നത് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയാണ്. അതായത് ആൽക്കഹോളിന്റെ പ്രൊഡക്ഷൻ, ബ്രെഡിന്റെ പ്രൊഡക്ഷൻ, ചീസിന്റെ പ്രൊഡക്ഷൻ, ഇതെല്ലാം കംസ് അണ്ടർ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. The seventh one is medical microbiology. Medical microbiology deals with the pathogenic microorganisms. അതായത് ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുന്ന ഒരു സബ് ഡിസിപ്ലിൻ ആണ് മെഡിക്കൽ മൈക്രോബയോളജി.
മെഡിക്കലിന് റിലേറ്റ് ചെയ്യുമ്പോഴേ ഓർക്കുക ഡിസീസ് കോസിങ് ആണ്. ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ നേച്ചറിനെയും കൺട്രോളിനെയും ഒക്കെ പഠിക്കുന്ന സബ് ഡിസിപ്ലിൻ ആണ് മെഡിക്കൽ മൈക്രോബയോളജി. 8th വൺ ഇസ് മൈക്രോബിയൽ ബയോകെമിസ്ട്രി. അതായത് ഈ മൈക്രോബ്സിന്റെ തന്നെ എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നതും കെമിക്കൽ റിയാക്ഷൻസും അതിന്റെ സ്ട്രക്ചറും ഒക്കെ പറ്റി പഠിക്കുന്നതാണ് മൈക്രോബിയൽ ബയോകെമിസ്ട്രി. 9th വൺ ഇസ് മൈക്രോബിയൽ ഇക്കോളജി. മൈക്രോബിയൽ ഇക്കോളജി എന്ന് പറയുന്നത് ഒരു മൈക്രോ ഓർഗാനിസം അതിന്റെ ഡൈവേഴ്സിറ്റി, അത് ഏത് എൻവയൺമെന്റിലാണോ ജീവിക്കുന്നത് ആ എൻവയൺമെന്റുമായിട്ട് ഉള്ള ആ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് മൈക്രോബിയൽ ഇക്കോളജി. ഇപ്പം സോയില്, എയർ, വാട്ടറിലൊക്കെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ ആ ഒരു മൈക്രോ ഓർഗാനിസവും സോയിലും മൈക്രോ ഓർഗാനിസം, വാട്ടർ, എയർ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനെയും അവിടെ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻസിനെയും റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് മൈക്രോബിയൽ ഇക്കോളജി. 10th വൺ ഇസ് മൈക്രോബിയൽ ജെനറ്റിക്സ്. അതായത് മൈക്രോബ്സിന്റെ ജീൻസ്, ഹെറിഡിറ്റി, ജനറ്റിക് വേരിയേഷൻസിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് മൈക്രോബിയൽ ജെനറ്റിക്സ്. 11th എന്ന് പറയുന്നത് മൈക്രോബിയൽ ഫിസിയോളജി. ന്യൂട്രീഷൻ, മെറ്റബോളിസം, ബയോ എനർജറ്റിക്സ് ഒക്കെ മൈക്രോബിയൽ ഫിസിയോളജിയിൽ വരും. 12th വൺ മൈക്രോബിയൽ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ നെയ്മിങ്, മൈക്രോബ്സിന്റെ ക്ലാസിഫിക്കേഷൻ, നെയ്മിങ് വരുന്നത് മൈക്രോബിയൽ സിസ്റ്റമാറ്റിക്സ് ആണ്. 13th മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജി എന്ന് പറയുമ്പോൾ ന്യൂക്ലിക് ആസിഡ്, പ്രോട്ടീൻ, ജനറ്റിക് ഇൻഫർമേഷൻസിന്റെ ഒക്കെ പ്രോസസ്സിംഗ് നടത്തുന്നത് കംസ് അണ്ടർ മോളിക്കുലാർ ബയോളജി. ആൻഡ് 14th വൈറോളജി. അതായത് വൈറലിന്റെ ഇൻഫെക്ഷൻസ്, വൈറസ് പാർട്ടിക്കിൾസിനെയൊക്കെ പറ്റി പഠിക്കുന്ന സബ് ഡിസിപ്ലിൻ ആണ് വൈറോളജി. അപ്പോൾ മൈക്രോബയോളജി ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഈ മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുന്ന സയന്റിസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് മൈക്രോബയോളജിസ്റ്റ്. അപ്പോൾ അതിന്റെ ഒരു സയന്റിസ്റ്റുമാര് ഒരു 5 പേരാണ് മൈക്രോബയോളജിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിരിക്കുന്നത്. അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആന്റോണി വാൻ ലുവൻഹോക്ക്. ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ബാക്ടീരിയനെ കണ്ടുപിടി. ഫോളോഡ് ബൈ ലൂയിസ് പാസ്റ്റർ, റോബർട്ട് കോച്ച്, ബെയ്ജറിംഗ്, വിനോഡ് ഗ്രാസ്കി. ഇത്രയും 5 സയന്റിസ്റ്റുമാരെ പേര് ഓർത്ത് വയ്ക്കുക. അതിൽ ആന്റോണി വാൻ ലുവൻഹോക്ക് ആണ് ഇസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ഈസ് ലൂയിസ് പാസ്റ്റർ. ഇനി മൈക്രോബയോളജിയുടെ ഇത്രയും സബ് ഡിവിഷൻസ് പറഞ്ഞു, എല്ലാം ഒന്ന് വായിച്ചു വെക്കുക. മൈക്രോബിയൽ സിസ്റ്റമാറ്റിക്സ് എന്ന് ഓർത്ത് വെക്കുക. ബാക്കിയെല്ലാം നമുക്ക് പേരുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. മൈക്രോബിയൽ സിസ്റ്റമാറ്റിക്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഇമ്മ്യൂണോളജി, ബയോടെക്നോളജി, അങ്ങനെയുള്ള കുറെ സബ് ഡിസിപ്ലിൻസ് മൈക്രോബയോളജിയിൽ വരുന്നുണ്ട്. ഇനി ഈ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. മൈക്രോ ഓർഗാനിസത്തിനെ മെയിൻലി നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. യൂകാരിയോട്സ് എന്നും പ്രോകാരിയോട്സ് എന്നും. ഈ 2 ക്ലാസിഫിക്കേഷൻ ആണ് ബേസിക് ആയിട്ട് ഉള്ളത്. ബേസ്ഡ് അപ്പോൺ ദ ഡിഫൈൻഡ് സെൽ. ഒരു സെല്ലും ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് യൂകാരിയോട്ട് എന്ന് വിളിക്കാം. ഇതാണ് എൻ്റെ ഒരു ഫിഗർ. ഇതൊരു സെല്ലാണ്, ഈ ഒരു ആനിമൽ സെല്ലാണ്. ഈ ഒരു സെല്ലും ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെല്ലിനെ പറയാം ഇറ്റ് ഇസ് എ യൂകാരിയോട്ടിക് സെൽ അല്ലെങ്കിൽ യൂകാരിയോട്ട്. ആ ഒരു ഓർഗാനിസത്തിനെ നമുക്ക് യൂകാരിയോട്ട് എന്ന് വിളിക്കാം. ഇനി ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആണ് പ്രോകാരിയോട്സ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ. ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും ഒരു സെല്ലും ഉള്ളത് യൂകാരിയോട്സും, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ലാത്തത് പ്രോകാരിയോട്സും. ഇതാണ് സെന്റർ ഓഫ് ദ സെൽ ഇസ് ന്യൂക്ലിയസ്. ഇതാണ് ന്യൂക്ലിയസ്. അപ്പൊ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് യൂകാരിയോട്ട് എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് ഇല്ല. അതുകൊണ്ട് നമുക്കതിനെ പ്രോകാരിയോട്ട് എന്ന് വിളിക്കാം. ഇനി മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് 3 ഡൊമൈൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ബാക്ടീരിയ, സെക്കൻഡ് വൺ ഇസ് ആർക്കി ആൻഡ് തേർഡ് വൺ ഇസ് യൂകാരിയ. ഇതില് ബാക്ടീരിയയും ആർക്കിയും ഈ പ്രോകാരിയോട്ട് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിലാണ് വരുന്നത്.
എന്തുകൊണ്ടാണ്? അവർക്ക് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല. പക്ഷേ യൂക്കാരിയ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഓഫ് മൈക്രോ ഓർഗാനിസംസ് കംസ് അണ്ടർ യൂക്കാരിയോട്സ് ബിക്കോസ് ദേ ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അപ്പോ മൈക്രോബിയൽ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ ഒന്ന് ബാക്ടീരിയ, 2 ആർക്കി, 3 യൂക്കാരിയ. അതിൽ ബാക്ടീരിയ ആർക്കിയും വരുന്നത് പ്രോകാരിയോട്സിലും യൂക്കാരിയ വരുന്നത് യൂക്കാരിയോട്സിലും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The bacteria and archaea, which is traditionally called prokaryotes, are structurally similar and do not typically contain a membrane-bound organelle. അതായത് ഓർഗനൽ എന്ന് പറയുന്നത് ഒരു സെല്ലിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസിനെയാണ് ഓർഗനൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഓർഗനൽസ്. ഈ ഒരു ഓർഗനൽസ് ഇല്ലാത്തതിനെയാണ് പ്രോകാരിയോട്ട് എന്ന് പറയുന്നത്. സെല്ലിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസിനെ പറയുന്ന പേരാണ് സെൽ ഓർഗനൽസ്. അപ്പോൾ അങ്ങനെ ഒരു ഓർഗനൽസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് ഈ ബാക്ടീരിയയും ആർക്കിയും. അതുകൊണ്ട് അത് കംസ് അണ്ടർ പ്രോകാരിയോട്സ്. ഇനി ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും അതിലെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ഓർഗനൽസിന്റെ പ്രസൻസും ഉള്ളത് കൊണ്ട് അതിനെ യൂക്കാരിയ കംസ് അണ്ടർ യൂക്കാരിയോട്സ് എന്ന് പറയും. ഇനി ഈ യൂക്കാരിയയിലുള്ളത് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ ആണ്. ഫംഗസ്, പ്രോട്ടിസ്റ്റ്, ഹെൽമിന്ത് അല്ലെങ്കിൽ ചില വേംസ് ഒക്കെ യൂക്കാരിയോട്സ് ആണ്. അതിപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഒന്നും കൂടി ഞാൻ കൺഫ്യൂഷൻ ഇല്ലാതെ പറയാം. മൈക്രോ ഓർഗാനിസത്തിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, പ്രോകാരിയോട്ടും യൂക്കാരിയോട്ടും. ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും ഒരു സെൽ ബൗണ്ട് ഓർഗനൽസും ഉള്ളതിനെ യൂക്കാരിയോട്ട് എന്നും അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തതിനെ പ്രോകാരിയോട്ട് എന്നും വിളിക്കുന്നു. ഇനി ഈ പ്രോകാരിയോട്സിന്റെ അണ്ടറിലാണ് വരുന്നത് ബാക്ടീരിയ, ആർക്കി. യൂക്കാരിയോട്ട് അണ്ടറിലാണ് യൂക്കാരിയ വരുന്നത്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ഈ ബാക്ടീരിയ ആൻഡ് ആർക്കി എന്താന്ന് നോക്കാം. ഇനി ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് ഫൈലോജനറ്റിക് ഡിസ്റ്റിങ്ഷൻ, സ്ട്രക്ചർ ആൻഡ് മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ബയോകെമിക്കൽ ട്രേറ്റ്. അതൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി, പക്ഷേ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഫൈലോജനറ്റിക് ഡിസ്റ്റിങ്ഷൻ എന്ന് വെച്ചാൽ അതിനെങ്ങനെ ഇവോൾവ് ചെയ്തു എന്നതിന്റെയൊക്കെ അർത്ഥത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നത്. പക്ഷെ അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ബാക്ടീരിയ ആൻഡ് ആർക്കി സെൽസ് എക്സിസ്റ്റ് ഇൻ ദീസ് മേജർ മോർഫോളജിക്കൽ ഫോംസ്. ഈ 4 ഫോംസിലാണ് ബാക്ടീരിയ, ആർക്കി മറ്റുള്ള ഓർഗാനിസംസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ളതിനെ നമുക്ക് കോക്കസ് എന്ന് വിളിക്കാം. സ്പെറിക്കൽ ഫോമിലുള്ളതിനെ കോക്കസ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ വേർഡാണ്. അതിന്റെ പ്ലൂറൽ ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്, കോക്കസ്. അപ്പോൾ ബാക്ടീരിയയും ആർക്കിയും എപ്പോഴും ഒന്നുകിൽ ഈ സ്പെറിക്കൽ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു റോഡ് ഷേപ്ഡ് ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പൈറൽ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. ബാക്ടീരിയയും ആർക്കിയും, അതായത് പ്രോകാരിയോട്സ്. ഇനി ഈ പ്രോകാരിയോട്സ് തന്നെ ഷേപ്പിന്റെ അനുസരിച്ചാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്പെറിക്കൽ ഷേപ്പ് ഉള്ളതിനെ നമ്മൾ കോക്കസ് എന്ന് വിളിക്കും. അത് സിംഗുലർ ആണ് കോക്കസ്, പ്ലൂറൽ കോക്കൈ. ഇനി ഒരു റോഡ് ഷേപ്പ് ഉള്ളതിനെ നമ്മൾ വിളിക്കും ബാസിലസ്. അതിന്റെ പ്ലൂറൽ ഫോം ആണ് ബാസിലൈ. ഇനി സ്പൈറൽ ഷേപ്ഡ് ഉള്ളത് സ്പൈറലം, പ്ലൂറല് സ്പൈറല്ല. രണ്ടും സ്പൈറൽ ഷേപ്പാണ്. ഇതിന് പറയുന്ന പേരാണ് സ്പൈറോക്കീഡ്സ്. അപ്പോ ഒരു പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം. അപ്പൊ 3 ക്ലാസിഫിക്കേഷൻ ആണ് മൈക്രോ ഓർഗാനിസത്തിൽ വരുന്നത്: ബാക്ടീരിയ, ആർക്കി, യൂക്കാരിയ. ഇതിൽ ബാക്ടീരിയ ആർക്കിയുടെയും ഷേപ്പ് ആണ് നമ്മൾ പറഞ്ഞത്. കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. സ്പെറിക്കൽ ഷേപ്പ് ഉള്ളതിനെ കോക്കസ് എന്നും, റോഡ് ഷേപ്പ് ഉള്ളതിനെ ബാസിലസ് എന്നും, സ്പൈറൽ ഷേപ്പിലുള്ളതിനെ സ്പൈറൽ എന്നും വിളിക്കുന്നു. കോക്കസ് പ്ലൂറൽ കോക്കൈ, ബാസിലസ് ബാസിലൈ, സ്പൈറലം സ്പൈറല്ല ആൻഡ് സ്പൈറോക്കീഡ്സ്. ഇത്രയാണ് ഷേപ്പ്. ഇനി യൂക്കാരിയ എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്ത് തന്നെയാണ്. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് അവർക്കുണ്ട്. അപ്പോൾ ഈ യൂക്കാരിയ ഏതൊക്കെയാന്ന് വെച്ചാൽ ഫംഗസ്, പ്രോട്ടോസോവ, ആൽഗെ, പിന്നെ ചില പാരസൈറ്റിക് ആയിട്ടുള്ള വേംസ് എല്ലാം യൂക്കാരിയയിൽ അണ്ടറിൽ വരും. ഫംഗസ് എന്ന് പറയുന്നത് പൂപ്പൽ,
പ്രോട്ടോസോവ മൈക്രോ ഓർഗാനിസം ആണ്. അമീബ പണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള അമീബ, പാരമീസിയം ഒക്കെ പ്രോട്ടോസോവയാണ്. ആൽഗെ എന്ന് പറയുന്നത് പായലാണ്. പിന്നെ പാരസൈറ്റിക് ആയിട്ടുള്ള വേംസ്, വിരകളൊക്കെ യൂക്കാരിയയിലാണ് വരുന്നത്. ബിക്കോസ് ദേ ഹാവ് എ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും അതിന്റെ ഒരു സെൽ ഓർഗനലും ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഓർഗാനിസംസ് യൂക്കാരിയ ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ സ്ട്രക്ചർ തിരിഞ്ഞു പോരുത്. സ്പെറിക്കൽ ഷേപ്പ് ഉള്ളതിനെ കോക്കസ്, റോഡ് ഷേപ്ഡ് ബാസിലസ്, ബാക്കി രണ്ടെണ്ണം സ്പൈറൽ ഷേപ്പ് ആണ്. അതിലൊന്ന് സ്പൈറലാവും, മറ്റേത് സ്പൈറോകീറ്റ്സ് ആണ്. തിരിഞ്ഞു പോകരുത്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നത് മാത്രം മതി. ബാക്ടീരിയയും ആർക്കയും ഈ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. യൂക്കാരിയയിൽ ഉള്ളതാ നമ്മൾ പറഞ്ഞത് ഫംഗസ്, പ്രോട്ടോസോവ, ആൽഗ, പിന്നെ ചില പാരസൈറ്റിക് ആയിട്ടുള്ള വേംസും. അതിൽ ആദ്യത്തെ നമുക്ക് ഫംഗസ് നോക്കാം. ഫംഗസ് എന്ന് പറയുന്നത് പൂപ്പൽ, പൂപ്പൽ എന്നുള്ളതാണ് മലയാളം മീനിങ്. അപ്പോൾ ഇതാണ് ഒരു ഫംഗസിന്റെ സ്ട്രക്ചർ. ദേ ആർ മേജർ കോമ്പണന്റ് ഓഫ് എ സോയിൽ എക്കോസിസ്റ്റം. ദേ ഹാവ് റിജിഡ് സെൽ വാൾ. നേരത്തെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ റിജിഡ് സെൽ വാൾ എന്ന് പറയുന്നത്? അതൊരു യൂക്കാരിയോട്ട് ആയതുകൊണ്ടാണ് അതിന് റിജിഡ് സെൽ വാൾ ഉള്ളത്. പക്ഷെ നോൺ മോട്ടൈൽ ആണ്. അൺലൈക്ക് പ്ലാന്റ്സ്, ദേ ലാക്ക് ക്ലോറോഫിൽ ആൻഡ് ആർ നോൺ ഫോട്ടോ സിന്തറ്റിക്. ക്ലോറോഫിൽ എന്ന് പറയുന്നത് എന്താണ്? ചെടികൾക്ക് ഗ്രീൻ കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. അങ്ങനെ ഒരു പിഗ്മെന്റ് ഇതിലില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നോൺ ഫോട്ടോ സിന്തറ്റിക് ആണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണം. അപ്പോ ഇത് ഇവിടെ ക്ലോറോഫിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു നോൺ ഫോട്ടോ സിന്തറ്റിക് ആണ്. ഫംഗൈ സബ്സിസ്റ്റ് ബൈ ഡീഗ്രേഡിംഗ് ഡെഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ മാറ്റർ. ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെയും പുറത്താണ് ഈ ഫംഗസ് കൂടുതലായിട്ടും ഗ്രോ ചെയ്യുന്നത്. ഓർത്തു വെക്കുക, ഫംഗസിന് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്, ഒരു റിജിഡ് സെൽ വാൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് യൂക്കാരിയോട്ട് എന്നുള്ളൊരു കാറ്റഗറിയിൽ വന്നത്. ഈ ഫംഗസിന് ക്ലോറോഫിൽ കണ്ടന്റ് ഇല്ല. ക്ലോറോഫിൽ എന്നൊരു പിഗ്മെന്റ് ഫംഗസിൽ ഇല്ല. അതുകൊണ്ട് അത് നോൺ ഫോട്ടോ സിന്തറ്റിക് ആണ്. നോൺ ഫോട്ടോ സിന്തറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ അത് അതിന്റെ സർവൈവൽ എന്ന് പറയുന്നത് ചീഞ്ഞ പ്ലാന്റ് ആൻഡ് ആനിമൽ മാറ്ററിലാണ് ഫംഗസിന്റെ സർവൈവൽ നടക്കുന്നത്. ഇനി ഈ ഫംഗസ് തന്നെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് മോൾഡ്, സെക്കൻഡ് വൺ ഇസ് ഈസ്റ്റ്. അതായത് ബ്രെഡ്, മോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെഡ് ഒക്കെ കുറെ ചീത്തയായി അതിന്റെ മുകളിലുള്ള പൂപ്പലുകളാണ് കൂടുതലും മോൾഡ് എന്ന് പറയുന്നത്. ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, സർക്കുലർ ഷേപ്ഡ്, നമ്മൾ ഫെർമെന്റേഷൻ ഒക്കെ ഉപയോഗിക്കുന്ന ഓർഗാനിസംസ് ആണ് ഈസ്റ്റ്. നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യും. പിന്നെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ആൽക്കഹോളിന്റെ ഒക്കെ പ്രൊഡക്ഷനിലൊക്കെ ഈസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ മോൾഡ്, ഇപ്പൊ ഇത് രണ്ടും ആണ്, ഒരു ഈസ്റ്റും ഒരു മോൾഡ്. സ്ട്രക്ചർ മാത്രം കണ്ട് മനസ്സിലാക്കിയാൽ മതി. ബിക്കോസ് ദീസ് ആർ മൈക്രോ ഓർഗാനിസംസ്. നമുക്ക് മൈക്രോസ്കോപ്പ് ഇല്ലാതെ ഇതിനെയൊന്നും ഐസൊലേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫിഗറും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം ഫംഗസ് എന്താന്ന് പറഞ്ഞു. ഫംഗസിന്റെ രണ്ട് കാറ്റഗറിയാണ്, ഈസ്റ്റും മോൾഡും. ഈസ്റ്റ് എന്ന് പറയുന്നത് ടിപ്പിക്കലി ഒരു ഓവൽ ഷേപ്ഡ് ഓർഗാനിസംസ് ആണ് ഈസ്റ്റ്. പക്ഷെ മോൾഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിലമെന്റസ്. ഒരു ഫിലമെന്റ് സ്ട്രക്ചർ ആണ് മോൾഡിനുള്ളത്. ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് ഫിലമെന്റ്സ് കോൾഡ് ഹൈഫേ. ഇങ്ങനെ ഒരു മോൾഡിലുള്ള ഫിലമെന്റിന് പറയുന്ന പേരാണ് ഹൈഫേ. ഒരുപാട് ഹൈഫേകൾ ചേർന്ന് പറയുന്ന പേരാണ് മൈസീലിയ. സ്ട്രക്ചറിന്റെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മോൾഡ് എന്ന് പറയുന്നത് ഒരു ഫിലമെന്റ് സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് ഫിലമെന്റിനെ പറയുന്ന പേരാണ് ഹൈഫേ. ആൻഡ് ദിസ് ഹൈഫേ ഫോംസ് ഇൻ ടു മോസസ് ഓഫ് ഫിലമെന്റ്സ് കോൾഡ് മൈസീലിയ. ഒരു സിംഗിൾ വൺ ആണെങ്കിൽ ഹൈഫേ, ഒരു ഹൈഫയുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു മാസിനെ പറയുന്ന പേരാണ് മൈസീലിയ. അടുത്തൊരു കാറ്റഗറിയാണ് പ്രോട്ടോസോവ. യൂക്കാരിയോട്ടിന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫംഗൈ, പ്രോട്ടോസോവ, ആൽഗെ. ഇത് മൂന്നുമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സെക്കൻഡ് കാറ്റഗറി പ്രോട്ടോസോവ ആണ് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. സെൽ വാൾ. ഈ പ്രോട്ടോസോവയും നോൺ ഫോട്ടോ സിന്തറ്റിക് ആണ്. നമ്മൾ പണ്ട് അമീബയുടെ ഒക്കെ ഡയഗ്രാം വരച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ, ഓർത്താൽ മതി. അമീബ, പാരമീസിയം, യൂഗ്ലിന, ജിയാർഡിയ, ട്രിപ്പനോസോമ, പ്ലാസ്മോഡിയം, സ്റ്റെൻഡർ, ടോക്സോപ്ലാസ്മ. എന്നാലും നിങ്ങളൊരു 3-4 പേരെങ്കിലും ഓർത്തു വെക്കുക. അമീബ, പാരമീസിയം, യൂഗ്ലിന, പ്ലാസ്മോഡിയം. ഇത്രയും ഈ ഒരു 4 പേരെങ്കിലും നമുക്ക് ഓർത്തു വെക്കാം. പ്രോട്ടോസോയൻസിന്റെ കാറ്റഗറിയിൽ വരുന്ന
ഓർഗാനിസംസ് ആണ് അമീബ, പാരമീസിയം, യൂഗ്ലിന, പ്ലാസ്മോഡിയം. പണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പാരമീസിയം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചെപ്പൽ ഷേപ്ഡ് ഓർഗാനിസം ആണ്. അമീബയ്ക്ക് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല എന്നൊക്കെ പണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പ്രോട്ടോസോവ എന്ന് പറയുന്നതും ഒരു യൂക്കാരിയോട്ട് ആണ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. പ്രോട്ടോസോവൻസിന്റെ എക്സാമ്പിൾ അമീബ, പാരമീസിയം, യൂഗ്ലിന, പ്ലാസ്മോഡിയം. ഈ പ്ലാസ്മോഡിയം ആണ് നമുക്ക് മലേറിയ ഉണ്ടാക്കുന്ന ഓർഗാനിസം. ഈ പ്ലാസ്മോഡിയം ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ പേര് ഓർത്ത് വെക്കാം. പാരമീസിയം, ഒരു 4 പ്രോട്ടോസോവൻസിനെങ്കിലും നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം പേര്. പാരമീസിയം, യൂഗ്ലിന, അമീബ, പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് പ്ലാസ്മോഡിയം. ഓക്കെ, ഇനി ആൽഗി. ആൽഗി എന്ന് വെച്ചാൽ നോർമൽ പായൽ എന്ന് പറയാം. അപ്പൊ ഇതാണ് എഴുതിയിരിക്കുന്ന, വായിച്ചു നോക്കിയാൽ മതി. ആൽഗി എക്സിബിറ്റ് വെറൈറ്റി ഓഫ് മോർഫോളജിക്കൽ ഫോംസ് ഇൻക്ലൂഡിങ് യൂണിസെല്ലുലാർ ആണ്, ഫിലമെന്റസ് ആണ്, മൾട്ടി സെല്ലുലാർ അഗ്രിഗേറ്റ് ആണ്, കോൾഡ് സീവീഡ്സ്. പിന്നെ ആൽഗെ ഇപ്പം ഫുഡ് സോഴ്സ് ആയിട്ടും ഫുഡ് അഡിറ്റീവ്സ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഡ് ആൽഗെ, പോർഫൈറ, ഇതൊന്നും ഓർത്ത് വയ്ക്കാം. റെഡ് ആൽഗെ ആയിട്ടുള്ള പോർഫൈറ ഈസ് പോപ്പുലർ ഇൻ സുഷി പ്രിപ്പറേഷൻ. സുഷി എന്ന് പറയുന്ന ഒരു ഫുഡ് ഐറ്റം ആണ്, ജാപ്പനീസ് ഫുഡ് ഐറ്റം ആണ് സുഷി. റെഡ് ആൽഗെ ആയിട്ടുള്ള പോർഫൈറ അതിൽ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഒരു റെഡ് ആൽഗെ ദിസ് എ സോഴ്സ് ഓഫ് അഗാർ. അഗാർ എന്ന് പറയുന്നത് നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ ലാബിൽ വളർത്തുമ്പോൾ ഒരു മീഡിയം, അതിന് മീഡിയത്തിന് ഉണ്ടാക്കുന്ന ഒരു കോമ്പണന്റ് ആണ് അഗാർ എന്ന് പറയുന്നത്. അങ്ങനെ അത് നമുക്ക് ഫർദർ പഠിക്കാം, ഓർത്ത് വെച്ചിരുന്നാൽ മതി. റെഡ് ആൽഗെ അഗാറിന്റെ സോഴ്സും ആണ്. പിന്നെ പോർഫൈറ സുഷി ഫുഡിന്റെ പ്രിപ്പറേഷൻസിനൊക്കെ ഈ ആൽഗേസ് ഒക്കെ യൂസ് ചെയ്യും. അടുത്തൊരു കാറ്റഗറിയാണ് വൈറസ്. അപ്പൊ വൈറസ് എന്ന് പറയുന്നത് എ സെല്ലുലാർ മൈക്രോബ്സ് ആണ്, അതായത് സെല്ലില്ലാത്ത മൈക്രോബ്സ് ആണ് വൈറസ് എന്ന് പറയുന്നത്. ദാറ്റ് റിക്വയർ എ ലിവിങ് ഹോസ്റ്റ് ടു മൾട്ടിപ്ലൈ. അതായത് ഒരു ഹോസ്റ്റ്, ഏതെങ്കിലും ഒരു ഹോസ്റ്റിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്താൽ മാത്രം ആക്റ്റീവ് ആവുന്ന സെല്ലില്ലാത്ത മൈക്രോബ്സ് ആണ് വൈറസുകൾ. നമ്മൾ യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ എന്നൊക്കെ പറയും. യൂണിസെല്ലുലാർ അമീബ, ഒരു സെല്ലിൽ മാത്രമുള്ള, രണ്ടിൽ കൂടുതൽ സെൽസ് ഉള്ളത് മൾട്ടി സെല്ലുലാർ. അപ്പോൾ എ സെല്ലുലാർ എന്ന് പറയുന്നത് വിത്തൗട്ട് എ സെൽ. Viruses are acellular microbes that require a living host cell to multiply. Thus, they are called obligate intracellular parasite. Obligate വൈറസുകൾ പറയുന്ന മറ്റൊരു പേരാണ് obligate intracellular parasite. Obligate intracellular parasite. Obligate എന്ന് പറയുന്നത് ഒരു സർക്കംസ്റ്റൻസസ്, ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം ആക്റ്റീവ് ആവുന്ന, എപ്പോഴും ഇല്ല, ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ മാത്രം ആക്ടിവേറ്റ് ആവുന്ന ഇൻട്രാസെല്ലുലാർ, സെല്ലിനകത്ത്, സെല്ലിനകത്തുള്ള റിയാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പാരസൈറ്റ് ആണ് വൈറസ് എന്ന് പറയുന്നത്. അതായത് വൈറസ് ഇസ് എ പാരസൈറ്റ്. വെൻ ഇറ്റ് ഈസ് കം അണ്ടർ കോണ്ടാക്ട് വിത്ത് ഹോസ്റ്റ് സെൽ, ഇറ്റ് ബിക്കംസ് ആക്റ്റീവ്. ഒരു ഹോസ്റ്റ് സെല്ലിനെ അടുത്ത് ഇൻഫെക്റ്റഡ് ആവുമ്പോൾ മാത്രം ആക്ടിവേറ്റ് ആകുന്ന എ സെല്ലുലാർ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ് വൈറസുകൾ. വൈറസിന് ഇതാണ് വൈറസിന്റെ ഒരു സ്ട്രക്ചർ. ഒരു പ്രോട്ടീൻ കോട്ടിങ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എയ്തർ ഹെലിക്കൽ അല്ലെങ്കിൽ ഐക്കോസാഹീഡ്രൽ സ്ട്രക്ചർ ആണ് വൈറസിനുള്ളത്. ഇതൊരു ഐക്കോസാഹീഡ്രൽ സ്ട്രക്ചർ ആണ്, ഇതൊരു ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഇത് വൈറസിന്റെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. അതായത് ഒരു ഹെഡും ഒരു ടെയിലും ഒക്കെ ഉള്ള ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ് വൈറസിനുള്ളത്. വൈറസ് ദാറ്റ് അറ്റാക്സ് ബാക്ടീരിയ, ഏതെങ്കിലും ഒരു ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെ പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജസ്. ഓർത്ത് വയ്ക്കുക. വൈറസിനെ അറ്റാക്ക് ചെയ്യുന്ന ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെ പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജസ്. അപ്പൊ ഈ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ് കൂടുതലും ബാക്ടീരിയസിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. ഇങ്ങനെ ഒരു വൈറൽ സ്ട്രക്ചർ വരുവാണെങ്കിൽ ഈ വൈറസ് ഒന്ന് അറ്റാക്ക് ചെയ്ത് വൈറസിലുള്ള ജനറ്റിക് മെറ്റീരിയൽ ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് ഈ ഒരു ജനറ്റിക് മെറ്റീരിയലിന്റെ ഇതിന്റെ ഉള്ളിൽ കൊടുത്ത് ഈ ഒരു സെല്ലിനെ ഇൻഫെക്ട് ചെയ്യും. അങ്ങനെ ഈ വൈറസ് അറ്റാക്ക് ചെയ്യുന്ന ഈ ബാക്ടീരിയൽ സെല്ല്
virus that infect bacteria is called bacteriophage. ബാക്ടീരിയൽ സെല്ലിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസുകളെ പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ഇത്രയാണ് കോമൺ മൈക്രോ ഓർഗാനിസംസ്. നമ്മുടെ മൈക്രോബയോളജിയിലുള്ള കോമൺ മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇങ്ങനെ ഒരുപാട് കണ്ടു പഠിക്കേണ്ട, നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ പഠിച്ചാലും മതി. അപ്പം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻലി മൈക്രോ ഓർഗാനിസംസിനെ നമുക്ക് പ്രോകാരിയോട്ട് എന്നും യൂകാരിയോട്ട് എന്നും വിളിക്കാം. പ്രോകാരിയോട്സ് മെയിൻലി ഏതാണ്? ബാക്ടീരിയ, ആർക്കി. യൂകാരിയോട്സ് യൂകാരിയ. വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഫംഗൈ, പ്രോട്ടോസോവ, ആൽഗെ. ഈ ബാക്ടീരിയയും ആർക്കിയുടെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ആയിട്ടുള്ള കോക്കൈ സ്ട്രക്ചർ, റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാസിലൈ, സ്പൈറൽ ഷേപ്പിലായുള്ള സ്പൈറുല്ല, പിന്നെ സ്പൈറോക്കീറ്റ്സ്. ഇത്ര മാത്രമാണ് നമ്മൾ ഇത്രയും സ്ലൈഡിൽ പറഞ്ഞ കാര്യം. മൈക്രോ ഓർഗാനിസംസ് രണ്ട് ക്ലാസിഫിക്കേഷൻ, പ്രോകാരിയോട്ടിൽ എന്ത് വരും, യൂകാരിയോട്ടിൽ എന്തൊക്കെ വരും. പ്രോകാരിയോട്സിൽ ബാക്ടീരിയയും ആർക്കിയാണ് വരുന്നത്. ആർക്കി രണ്ടിന്റെയും സ്ട്രക്ചർ സിമിലർ ആണ്. രണ്ടുപേർക്കും സ്പെറിക്കൽ സ്ട്രക്ചർ കോക്കസ് ആണ്, റോഡ് ഷേപ്ഡ് ബാസിലൈ, സ്പൈറലം ആൻഡ് സ്പൈറോക്കീറ്റ്സ്. ഇനി യൂകാരിയോട്സിൽ വരുമ്പോൾ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്: ഫംഗൈ, പ്രോട്ടോസോവ, ആൽഗെ. ഈ ഫംഗ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് രണ്ടായിട്ട്. ഏതൊക്കെയാണ്? മോൾഡും ഈസ്റ്റും. ഫംഗസ് മോൾഡും ഈസ്റ്റും. മോൾഡ് എന്ന് പറയുന്നത് ഫിലമെന്റസ് ആണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഓവൽ ഷേപ്പ് ആണ്. മോൾഡിന് ഫിലമെന്റ്സ് ഉണ്ട്. ഫിലമെന്റ് ഒരു സിംഗിൾ ഫിലമെന്റ് ആണെങ്കിൽ അതിനെ ഹൈഫേ എന്ന് പറയും. എ ഗ്രൂപ്പ് ഓഫ് ഹൈഫേ അല്ലെങ്കിൽ ഒരു മാസ് ഓഫ് ഹൈഫേക്ക് പറയുന്ന പേരാണ് മൈസീലിയ. ഈ പ്രോട്ടോസോവ എന്ന് പറയുന്നതും യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ഒരു 4 പ്രോട്ടോസോവൻസിനെ ഓർത്തു വയ്ക്കാൻ ഞാൻ പറഞ്ഞു. അമീബ, പാരമീസിയം, യൂഗ്ലിന, പ്ലാസ്മോഡിയം. അതിൽ പ്ലാസ്മോഡിയം ആണ് മലേറിയ കോസിംഗ് ആയിട്ടുള്ള ഓർഗാനിസം. പ്ലാസ്മോഡിയം ആണ്. ഇനി ആൽഗെ പറഞ്ഞു. ആൽഗെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. നമ്മുടെ ഫുഡായിട്ടൊക്കെ ഇപ്പൊ ആൽഗെ യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡ് സപ്ലിമെന്റ്സ് ആയിട്ടൊക്കെ ആൽഗെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൈക്രോബയോളജിയിൽ ഉപയോഗിക്കുന്ന സോൾഡിഫൈങ് ഏജന്റ്, മൈക്രോബയോളജി ലാബുകളിൽ മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയത്തിന്റെ സോൾഡിഫൈങ് ഏജന്റായ അഗാറും ഈ ഒരു ആൽഗെ, റെഡ് ആൽഗയിൽ നിന്ന് ആണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇത്രയാണ് ആൽഗേസിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞ് വന്നത് വൈറസ് ആണ്. വൈറസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെല്ലുലാർ, അതായത് ഒരു സെൽ ഇല്ലാത്ത മൈക്രോബ്സ് ആണ് വൈറസ്. ദേ ആർ ഓൾസോ കോൾഡ് ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്. അതായത് when it comes a chance the virus attacks a bacterial cell within the bacterial cell, അതായത് ബാക്ടീരിയൽ സെല്ലിനകത്ത് വെച്ച് ഇന്ററാക്ഷൻ നടന്ന് ആ ഒരു ബാക്ടീരിയൽ സെല്ലിനെ ഇൻഫെക്ട് ചെയ്യുന്ന സെല്ല് ഇല്ലാത്ത ഓർഗാനിസംസിനെയാണ് വൈറസുകൾ എന്ന് പറയുന്നത്. വൈറസിന്റെ സ്ട്രക്ചർ ഓർത്തു വയ്ക്കുക. ഒന്നുകിൽ ഹെലിക്കൽ, ഐക്കോസാഹീഡ്രൽ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. ഈ 3 സ്ട്രക്ചേഴ്സ് ആണ് വൈറസിനുള്ളത്. ബാക്ടീരിയോഫേജ് എന്താണെന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. ദ വൈറസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയസിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെ പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജസ്. ഇത്രയാണ് ജനറലി നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി പറയേണ്ടത്. കാരണം ബാക്ടീരിയയും ആർക്കി, ഫംഗസ്, ആൽഗെ, ഈസ്റ്റ്, വൈറസ് എല്ലാം നമുക്ക് നോർമലി നമുക്ക് പാത്തജനിക്കും നോൺ പാത്തജനിക്കും ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇതൊരു ബേസ് ആക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇനി പറയുന്നത് മൈക്രോബിയൽ ഇക്കോളജിനെ പറ്റിയാണ്. നമ്മൾ മൈക്രോബയോളജിയുടെ സബ് ഡിവിഷൻ പറഞ്ഞപ്പോൾ ഈ മൈക്രോബിയൽ ഇക്കോളജിയെ പറ്റി പറഞ്ഞു. അതായത് ഇക്കോളജി എന്ന് വെച്ചാൽ എന്താ? ഇക്കോളജി എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇക്കോളജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസും അതിന്റെ എബയോട്ടിക് ആയിട്ടുള്ള എൻവയൺമെന്റും തമ്മിൽ ഉള്ള റിലേഷൻസ് ഒക്കെ പഠിക്കുന്ന നാച്ചുറൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇക്കോളജി എന്ന് പറയുന്നത്. അതിൽ മൈക്രോബ്സിന്റെ കേസിൽ വരുമ്പോഴാണ് മൈക്രോബിയൽ ഇക്കോളജിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് മൈക്രോബിയൽ ഇക്കോളജി ഫോക്കസ് ഓൺ how microbial communities interact with each other and their environment.
ഇനി ഈ മൈക്രോബിയൽ കമ്മ്യൂണിറ്റി, അതായത് ഒരു മൈക്രോ ഓർഗാനിസംസ് എങ്ങനെ മറ്റു മൈക്രോ ഓർഗാനിസംസുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഒരു എൻവയൺമെന്റുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യും എന്ന് ഉള്ളതിന്റെ ഒരു ഫോക്കസ് ആണ് മൈക്രോബിയൽ ഇക്കോളജിയിൽ നടക്കുന്നത്. ഈ എൻവയൺമെന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ സോയിൽ ആവാം, വാട്ടർ ആവാം, എയർ ആവാം, അല്ലെങ്കിൽ മറ്റ് ഹ്യൂമൻ ബീങ്സോ ഏതെങ്കിലും ലിവിങ് ഓർഗാനിസംസോ ആവാം. അതാണ് മൈക്രോബിയൽ ഇക്കോളജി, ഇന്ററാക്ഷൻസ് വിത്ത് ഈച്ച് അതർ ആൻഡ് അതർ എൻവയൺമെന്റ്. മൈക്രോബിയൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അസംബ്ലി ഓഫ് വൺ ഓർ മോർ പോപ്പുലേഷൻസ് ഓഫ് സെൽ, ഈച്ച് പോപ്പുലേഷൻ കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ കൈൻഡ് ഓഫ് സ്പീഷീസ് ഓർ മൈക്രോബ്. ഇതാണ് ഒരു മൈക്രോബിയൽ കമ്മ്യൂണിറ്റി ഡെഫിനിഷൻ. പിന്നെ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥ. ഇറ്റ് ഈസ് എ ഡൈനാമിക് കോംപ്ലക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആൻഡ് ദെയർ എബയോട്ടിക് സറൗണ്ടിങ്സ് ഓഫ് വിച്ച് ഇന്ററാക്ട് ആസ് എ ഫങ്ഷണൽ യൂണിറ്റ്. അതായത് ലിവിങ് ഓർഗാനിസംസും അതിന്റെ എബയോട്ടിക് ആയിട്ടുള്ള സറൗണ്ടിങ്സും എല്ലാം കൂടെ ചേർന്ന് ഒരു സിംഗിൾ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഡൈനാമിക് കോംപ്ലക്സ് ഇതിനെയാണ് പറയുന്നത് ഇക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ എന്നേ ഉള്ളൂ. അപ്പോൾ മൈക്രോബിയൽ ഇക്കോളജി എന്താണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. മൈക്രോബിയൽ കമ്മ്യൂണിറ്റീസ് ഇന്ററാക്ട് ചെയ്യുന്നത് ആരൊക്കെ തമ്മിൽ, മൈക്രോബ്സ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതും അതിൻ്റെതായ എൻവയൺമെന്റ് തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് മൈക്രോബയോളജി ആണ് മൈക്രോബിയൽ ഇക്കോളജി എന്ന് പറയുന്നത്. ഈ സോയിൽ ആസ് എ ഹോം ഫോർ മൈക്രോബിയൽ കമ്മ്യൂണിറ്റീസ്, അതായത് സോയിൽ മൈക്രോ ഓർഗാനിസംസ് പറ്റി ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. അതായത് മൈക്രോ ഓർഗാനിസം സോയിലും തമ്മിലുള്ള ഇന്ററാക്ഷൻ വരുന്നത്, ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ നടക്കുന്നത് റൈസോസ്ഫിയർ എന്നുള്ളൊരു സോണിലാണ്. അതായത് ഒരു പ്ലാന്റും അതിന്റെ റൂട്ടും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ് റൈസോസ്ഫിയർ സോൺ. അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ മൈക്രോബിയൽ ഇന്ററാക്ഷൻസ് നടക്കുന്നത്. അപ്പൊ ഈ റൈസോസ്ഫിയർ സോണിലാണ് ഈ മൈക്രോ ഓർഗാനിസംസിന്റെ ന്യൂട്രിയൻസിന്റെ അക്വിസിഷൻ, സോളിബിലൈസേഷൻ ആൻഡ് ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റീസ്, എൻസൈം ഇന്ററാക്ഷൻസ് ഒക്കെ നടക്കുന്നത് ഈ ഒരു റൈസോസ്ഫിയർ സോണിലാണ്. ജസ്റ്റ് ആ ഒരു വേർഡ് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. സോയിൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പോൾ മൈക്രോബിയൽ നമ്പേഴ്സ് ആർ ടിപ്പിക്കലി ഗ്രേറ്റസ്റ്റ് ഇൻ ആൻഡ് അറൌണ്ട് പ്ലാന്റ് റൂട്ട്സ്. മൈക്രോബ്സിന്റെ നമ്പർ കൂടുന്നതും അതിന്റെ ആക്ടിവിറ്റി പീക്ക് ലെവലിൽ ഇരിക്കുന്നത് ഈ ഒരു റൈസോസ്ഫിയർ സോണിലാണ്. It is here that organic matter excreted from the roots and from the dead plant material generally stimulates the activities of microbial communities. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പക്ഷെ ഓർത്തിരിക്കേണ്ടത് ഈ റൈസോസ്ഫിയർ സോണിലാണ് സോയിലും മൈക്രോ ഓർഗാനിസവും തമ്മിലുള്ള ഇന്ററാക്ഷൻസിന്റെ പീക്ക് ലെവൽ. അത് നമ്പറിന്റെ കാര്യത്തിലായാലും ആക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും ഒരു പീക്ക് ലെവലില് മൈക്രോബിയൽ ഇന്ററാക്ഷൻ നിൽക്കുന്ന ഒരു സോയിൽ ഏരിയയാണ് റൈസോസ്ഫിയർ സോൺ എന്ന് പറയുന്നത്. ഇനി ഒരു കാറ്റഗറി വരുന്നത് എയ്റോബ്സും അനേറോബ്സും. എയ്റോബ്സ് എന്ന് പറയുന്നത് എയ്റോബ്സ് അല്ലെങ്കിൽ എയ്റോബിക് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് വിച്ച് കൺസ്യൂം ഓക്സിജൻ ഫോർ ദെയർ ആക്ടിവിറ്റീസ്. ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്ന ഓർഗാനിസംസിനെയാണ് എയ്റോബ്സ് എന്ന് പറയുന്നത്. പിന്നെ ഓക്സിജൻ യൂസ് ചെയ്യാത്ത, ഡു നോട്ട് നീഡ് ഓഫ് ഓക്സിജൻ, ഓക്സിജൻ ആവശ്യമില്ലാത്ത ഓർഗാനിസംസ് ആണ് അനേറോബ്സ് എന്ന് പറയുന്നത്. അതും ഒരു കാറ്റഗറിയാണ് മൈക്രോ ഓർഗാനിസത്തിന്റെ. ബേസ്ഡ് ഓൺ ദ കൺസംഷൻ ഓഫ് ഓക്സിജൻ, ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്ന ഓർഗാനിസംസ് എയ്റോബ്സും, ഓക്സിജന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ആബ്സെൻസിൽ സർവൈവ് ചെയ്യുന്ന ഓർഗാനിസംസിനെ അനേറോബ്സ് എന്നും പറയുന്നു. അത് സോയിൽ എയ്റോബ്സിലും അനേറോബ്സും സോയിലില് ധാരാളം തന്നെ ഉണ്ട്. അതാണ് ആ ഒരു സോയിലിന്റെ കാറ്റഗറിയിൽ വന്നപ്പം പറഞ്ഞത്. പിന്നെ വാട്ടർ ആസ് എ ഹോം ഫോർ മൈക്രോബിയൽ കമ്മ്യൂണിറ്റീസ്. വാട്ടർ എന്ന് പറയുമ്പോൾ മെയിൻലി ഫ്രഷ് വാട്ടറും ഓഷ്യൻ വാട്ടറും, അതായത് ഫ്രഷ് വാട്ടറും സലൈൻ വാട്ടറും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രഷ് വാട്ടറിൽ കൂടുതലും മെത്തനോജനിക് ആർക്കിയാണ് ആക്ട് ചെയ്യുന്നത്. ദേ റെഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ടു മീഥെയ്ൻ. അതിന്റെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മെത്തനോജനസിസ്. ഈ ഫ്രഷ് വാട്ടർ സെഡിമെന്റ്സ് എന്ന് പറയുന്നത് ഒരു റിവറിന്റെ ആയാലും ലേക്കിന്റെ ആയാലും ഏറ്റവും അടിത്തട്ടിലുള്ള ആ ഒരു ചേറിനെയാണ് നമ്മൾ സെഡിമെന്റ് എന്ന് പറയുന്നത്. ഈ സെഡിമെന്റില് ഓർഗാനിക് കാർബൺ ഹൈ ആണ്. അപ്പോൾ ആ ഓർഗാനിക് കാർബണിനെ മീഥേനായിട്ട് റെഡ്യൂസ് ചെയ്യുന്നത് മെത്തനോജനിക് ആർക്കിയാണ് ത്രൂ ദ പ്രോസസ് ഓഫ് മെത്തനോജനസിസ്, അതായത് ജനസിസ് ഓഫ് മീഥേൻ, പ്രൊഡക്ഷൻ ഓഫ് മീഥേൻ.
ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഹയർ ഓർഗാനിസംസ് ആസ് എ ഹോം ഫോർ മൈക്രോബിയൽ കമ്മ്യൂണിറ്റീസ്, അതായത് ഒരു മൈക്രോ ഓർഗാനിസവും വേറൊരു ഓർഗാനിസവും ഹയർ ഓർഗാനിസവും തമ്മിലുള്ള അസോസിയേഷൻ. ഈ ഹയർ ഓർഗാനിസം ഒന്നുകിൽ പ്ലാന്റ് ആവാം അല്ലെങ്കിൽ ആനിമൽ ആവാം. അങ്ങനെ മൈക്രോ ഓർഗാനിസംസും പ്ലാന്റ്സും അല്ലെങ്കിൽ ആനിമൽസും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹയർ ഓർഗാനിസം തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള സച്ച് അസോസിയേഷൻസ് ആർ കോൾഡ് സിംബയോസിസ്. അങ്ങനെയുള്ള അസോസിയേഷൻസിനെ പറയുന്ന പേരാണ് symbiosis. Many microorganisms form relationship with other organisms which can include other microbe, plant and animals. Such associations are called symbiosis. Symbiosis എന്ന് പറയുന്നത് ഒരു മൈക്രോബ് മറ്റൊരു മൈക്രോബായിട്ടോ അല്ലെങ്കിൽ പ്ലാന്റ് ആയിട്ടോ ആനിമൽ ആയിട്ടോ തമ്മിലുണ്ടാവുന്ന ആ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷനെ പറയുന്ന പേരാണ് സിംബയോസിസ്. പ്ലാന്റിന്റെ കാര്യത്തിലാണെങ്കിൽ പയറുവർഗ്ഗങ്ങളുടെ റൂട്ട്സിലൊക്കെ റൂട്ട് നോഡ്യൂൾസ് ഉണ്ട്. അപ്പൊ അതും ഒരു മൈക്രോബിയൽ ഇന്ററാക്ഷൻസ് ആണ് പ്ലാന്റിന്റെ കാര്യത്തിൽ വരുന്നത്. സോയാബീൻസ്, പീനട്ട്, ബാക്കി പയറ് ചെടികൾ ഒക്കെ തന്നെ അവരുടെ റൂട്ടില് ചെറിയ ചെറിയ നോഡ്യൂൾസ് കാണാം. പയറ് ചെടികളുടെയൊക്കെ റൂട്ടില് ജസ്റ്റ് ഇങ്ങനെ ഓരോ നോഡ്യൂൾസ് കാണാം. അപ്പൊ ഇത് മൈക്രോബ്സും സോയിലും അല്ലെങ്കിൽ മൈക്രോബും ആ ഒരു പ്ലാന്റും തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ആനിമൽ മൈക്രോബ് സിംബയോസിസ്. ആനിമൽ മൈക്രോബ് സിംബയോസിസും വളരെ കോമൺ ആണ്. അതായത് നമ്മളെ ഹ്യൂമൻസ് തന്നെയാണ് അതിന്റെ എക്സാമ്പിള്. നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ. അപ്പോൾ ലാർജ് ഇൻഡസ്റ്റൈനിൽ ഒരുപാട് മൈക്രോബിയൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഹെൽത്തിനെയും ഡയറ്റിനെയും ഡൈജഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ധാരാളം മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ തന്നെ ഉണ്ട്. അതൊരു എക്സാമ്പിൾ ആണ്. ആനിമൽ മൈക്രോബ് സിംബയോസിസിന് ഒരു എക്സാമ്പിൾ ആണ് ഹ്യൂമൻസിന്റെ ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ഒരു ഇന്ററാക്ഷൻ പറയുന്നത്. അപ്പോ മൈക്രോബിയൽ ഇക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ branch of microbiology which deals with the interactions between microbial communities with each other and the environment. ഒരു എൻവയോൺമെന്റുമായിട്ടോ അല്ലെങ്കിൽ ഓർഗാനിസംസിൽ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മൈക്രോബയോളജി ആണ് മൈക്രോബിയൽ ഇക്കോളജി എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ടും സോയില്, വാട്ടർ, പിന്നെ ഹയർ ആനിമൽസ്, ഇത്രയാണ് പറയുന്നത്. സോയിലിന്റെ കാര്യത്തിൽ വരുമ്പോൾ സോയിലിൽ ഏറ്റവും കൂടുതൽ മൈക്രോബിയൽ ഇന്ററാക്ഷൻ നടക്കുന്നത് ആ ഒരു റൈസോസ്ഫിയർ സോണിലാണ്. ഏതെങ്കിലും ഒരു ട്രീയുടെയോ പ്ലാന്റിന്റെയോ റൈസോസ്ഫിയർ സോണുമായിട്ടാണ് മൈക്രോബിയൽ ഇന്ററാക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. റൈസോസ്ഫിയർ സോൺ, ആ സോണിന്റെ പേര് ഓർത്തിരിക്കുക. റൈസോസ്ഫിയർ സോണിലാണ് ഇന്ററാക്ഷൻ കൂടുതലായിട്ടിരിക്കുന്നത്. പിന്നെ വാട്ടറിന്റെ കേസിൽ വരുമ്പോൾ ഫ്രഷ് വാട്ടറും സോൾട്ട് വാട്ടറിലും എല്ലാം ടോളറന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിൽ ഫ്രഷ് വാട്ടറിന്റെ സെഡിമെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ചേറ്, കടൽ ഈ ലേക്കിന്റെ ഒക്കെ അടിയിലുള്ള ഒരു ചേറിനെയാണ് നമ്മൾ സെഡിമെന്റ് എന്ന് പറയുന്നത്. സെഡിമെന്റ് എന്ന് പറയുന്നത് ഹൈ ഓർഗാനിക് കാർബൺ റിച്ച് ആണ് ഫ്രഷ് വാട്ടറിലേക്ക് സെഡിമെന്റ്സ്. അപ്പൊ അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ മീഥേനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മെത്തനോജനിക് ആർക്ക് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം ആണ്. ആൻഡ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് മെത്തനോജനസിസ്, അതായത് പ്രൊഡക്ഷൻ ഓഫ് മീഥെയ്ൻ. പിന്നെ ഹയർ ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഒരു മൈക്രോബും ഹയർ ഓർഗാനിസവും ആയിട്ടുള്ള ആ ഒരു അസോസിയേഷനെ പറയുന്ന പേര് അല്ലെങ്കിൽ ആ ഒരു ഇന്ററാക്ഷനെ പറയുന്ന പേരാണ് സിംബയോസിസ്. ഇത് പ്ലാന്റ് ആയിട്ട് സിംബയോസിസ് എന്ന് പറയുന്നത് ലെഗുമിനസ് പ്ലാന്റ്സിന്റെ ഒക്കെ റൂട്ടില് നോഡ്യൂൾസ് ഫോം ചെയ്ത് ആ മൈക്രോബും ആ ഒരു പ്ലാന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കുന്നു. ഇനി ആനിമൽസിന്റെ കേസിലാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് എക്സാമ്പിൾ. നമ്മുടെ ഹ്യൂമൻസിന്റെ ലാർജ് ഇൻഡസ്റ്റൈൻ ഇസ് എ എക്സാമ്പിൾ ഓഫ് ദിസ് ആനിമൽ മൈക്രോബ് ഇന്ററാക്ഷൻ. വളരെയധികം ഒരുപാട് മൈക്രോബിയൽ കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ് ഹ്യൂമൻസിന്റെ ലാർജ് ഇൻഡസ്റ്റൈൻ. അപ്പൊ അതാണ് ഒരു ആനിമൽ മൈക്രോബ് ഇന്ററാക്ഷന്റെ എക്സാമ്പിൾ. അടുത്താണ് മൈക്രോബിയൽ ന്യൂട്രിയൻ സൈക്ലിംഗ്. ഇനി ന്യൂട്രിയൻ സൈക്ലിംഗില് മൈക്രോബ്സിന്റെ റോള്, അതായത് നമുക്ക് 3 ന്യൂട്രിയൻ സൈക്ലിംഗ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. കാർബൺ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, സൾഫർ സൈക്കിൾ. കാർബൺ സൈക്കിളില്
ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മാത്രം മതി ഓർഗാനിസം ഏത് ഓർഗാനിസം ആണെന്നുള്ളത്. കാർബൺ is cycled primarily through carbon dioxide and the large pool of organic compounds. അപ്പൊ അത് ഓർക്കട്ടെ, ഓർഗാനിക് മാറ്റർ either excreted eventually oxidized to carbon dioxide and converted to methane. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് മീഥേൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് മെത്തനോജനിക് ആർക്കിയാണ്. ലേറ്റർ ഇറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ബൈ മീഥേൻ കൺസ്യൂമിങ് ബാക്ടീരിയ. നമ്മൾ പ്രോസസ്സുകളൊന്നും പഠിക്കുന്നില്ല, നമ്മൾ മൈക്രോബിയൽ ഇന്ററാക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ കാർബൺ സൈക്കിളിൽ മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് മെത്തനോജനിക് ആർക്കിയയും മീഥേൻ കൺസ്യൂമിങ് ബാക്ടീരിയാസ് ആണ്. മെത്തനോജനിക് ആർക്കിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ മീഥേൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ മീഥേനെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നത് മീഥേൻ കൺസ്യൂമിങ് ബാക്ടീരിയാസ് ആണ്. ഓരോ ന്യൂട്രിയൻ സൈക്കിളിലും മൈക്രോബ്സിന്റെ റോള് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ, ഡീറ്റെയിലിംഗ് ഇല്ല. ഇപ്പോ ഈ കാർബൺ സൈക്കിളിൽ ഓർത്ത് വെക്കുക, മെത്തനോജനിക് ആർക്കിയും മീഥേൻ കൺസ്യൂമിങ് ബാക്ടീരിയ, ഇത്രയാണ് ഈ രണ്ട് ഓർഗാനിസംസ് ആണ് കാർബൺ സൈക്കിളില് മൈക്രോബിയൽ പ്രസൻസ് എന്ന് പറയുന്നത്. മെത്തനോജനിക് ആർക്കി എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ മീഥേനായിട്ട് കൺവേർട്ട് ചെയ്യിക്കുന്നു. മീഥേൻ കൺസ്യൂമിങ് ബാക്ടീരിയ ഈ മീഥേനെ ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറ്റുന്നു. ഇതാണ് ഈ ഒരു ഓർഗാനിസത്തിന്റെ റോള്. നൈട്രജൻ സൈക്കിളിലും അതുപോലെ തന്നെ നൈട്രജൻ അമോണിയ ഈസ് ഓക്സിഡൈസ്ഡ് ടു നൈട്രേറ്റ് ബൈ നൈട്രിഫയിങ് ബാക്ടീരിയ. നൈട്രിഫയിങ് ബാക്ടീരിയ ആണ് അമോണിയ നൈട്രേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നത്. ദിസ് നൈട്രേറ്റ് ഈസ് ദെൻ റെഡ്യൂസ്ഡ് ടു അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ബൈ ഡീനൈട്രിഫയേഴ്സ് അല്ലെങ്കിൽ ഡീനൈട്രിഫയിങ് ബാക്ടീരിയ ആൻഡ് ടു അമോണിയ ബൈ അമോണിഫയിങ് ബാക്ടീരിയ. ഈ മൂന്ന് ഓർഗാനിസംസ് ആണ് മെയിൻലി നൈട്രജൻ സൈക്കിളിൽ ഇൻവോൾവ് ചെയ്യുന്നത്. First one is nitrifying bacteria. Second one, denitrifying bacteria. Third one is ammonifying bacteria. റോളും ഓർത്ത് വയ്ക്കുക, എന്തോ ഫംഗ്ഷൻ ഓർത്ത് വയ്ക്കുക. നൈട്രജൻ ടു അമോണിയ, ഈ അമോണിയ ടു നൈട്രേറ്റ്, നൈട്രേറ്റ് ടു അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഇത് മൂന്നുമാണ് ഓർഗാനിസംസ്. നൈട്രിഫയിങ് ബാക്ടീരിയ, ഡീനൈട്രിഫയിങ് ബാക്ടീരിയ, അമോണിഫയിങ് ബാക്ടീരിയ. നൈട്രജൻ സൈക്കിളിൽ ഇൻവോൾവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്. ഇനി അടുത്ത സൾഫർ സൈക്കിളാണ്. സൾഫർ സൈക്കിളിൽ ഇതുപോലെ തന്നെ സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയയും സൾഫൈഡ് ഓക്സിഡൈസിങ് ബാക്ടീരിയസ് ആണ് മെയിൻലി ഇൻവോൾവ് ചെയ്യുന്നത്. നോട്ട്സ് വായിക്കുമ്പോൾ വായിച്ചു പോയാൽ മതി, പക്ഷെ മെയിൻ പോയിന്റ്സ് ഇത് തന്നെയാണ്. ഓർഗാനിസം മാത്രം ഓർത്ത് വെച്ചാൽ മതി തൽക്കാലം. സൾഫേറ്റിനെ സൾഫൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയയും ഈ സൾഫൈഡിനെ വീണ്ടും സൾഫേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നത് സൾഫൈഡ് ഓക്സിഡൈസിങ് ബാക്ടീരിയയും. അതായത് കാർബൺ സൈക്കിളിൽ നടന്ന പോലെ തന്നെ. ഇത്രയാണ് മൈക്രോബ്സിന്റെ റോള്. അപ്പൊ മൈക്രോബിയൽ ന്യൂട്രിയൻ സൈക്ലിംഗ്, അതായത് മൈക്രോബ്സിന്റെ ഇന്ററാക്ഷൻ ആണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് മൈക്രോ ഓർഗാനിസം എന്താണ്, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മൈക്രോബ്സ് എങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോയിലിൽ ഇന്ററാക്ട് ചെയ്യും, വാട്ടറിൽ ഇന്ററാക്ട് ചെയ്യും, പ്ലാന്റ്സും ആനിമൽസും ആയിട്ടും ഇന്ററാക്ട് ചെയ്യും. ഇനി ഈ സോയിൽ തന്നെ ന്യൂട്രിയന്റിന്റെ സൈക്ലിങ്ങിന് എങ്ങനെയാണ് മൈക്രോബ്സ് ഇൻവോൾവ് ചെയ്യുന്നതെന്നാ പറഞ്ഞത്. നമ്മുടെ മേജർ ആയിട്ടുള്ള ന്യൂട്രിയൻ സൈക്കിൾസ് ആണ് കാർബൺ, നൈട്രജൻ, സൾഫർ. ഈ മൂന്ന് ന്യൂട്രിയൻ സൈക്കിൾസ് ആണ് മെയിൻലി നമ്മൾ നോക്കുന്നത്. അതിൽ കാർബൺ സൈക്ലിംഗില് മെത്തനോജനിക് ആർക്കിയയും മീഥേൻ കൺസ്യൂമിങ് ബാക്ടീരിയാസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഓർത്ത് വയ്ക്കുക, ബാക്ടീരിയ ഏത് ബാക്ടീരിയ എന്ന് ഓർത്ത് വയ്ക്കുക, ഏത് സൈക്കിൾ റിലേറ്റ് ചെയ്തിട്ടാണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നൈട്രജൻ സൈക്കിൾ വരുമ്പോൾ അവിടെ മൂന്ന് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. അമോണിഫയിങ് ഓർഗാനിസം, നൈട്രിഫയിങ്, ഡീനൈട്രിഫയിങ്. ഇത് ഇത്രയും മൂന്ന് ഓർഗാനിസത്തിന്റെയും ഫങ്ഷൻസ് അറിഞ്ഞിരിക്കുക. പിന്നെ അടുത്തത് സൾഫർ സൈക്കിൾ ആണ്. സൾഫർ സൈക്കിൾ ഇമ്പോർട്ടന്റ് ആണ്. സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയയും സൾഫൈഡ് ഓക്സിഡൈസിങ് ബാക്ടീരിയാസ് ആണ് വരുന്നത്. അതിന്റെ ഫങ്ഷൻസും ഓർത്ത് വയ്ക്കുക. ഇത് വായിച്ചു നോക്കിയാൽ മതി.
പ്രൊഡ്യൂസ് സൾഫേറ്റ് ടു സൾഫൈഡ്. ചില ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയ്ക്കും can also oxidize സൾഫൈഡ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. പക്ഷെ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് ഏതൊക്കെ ന്യൂട്രിയൻ സൈക്കിൾസ് ആണ് മൈക്രോബ്സ് ഇന്ററാക്ഷൻസ് വരുന്നതെന്ന് നോക്കണം. കാർബൺ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, സൾഫർ സൈക്കിൾ, ഇതിൽ മൂന്നിലും ഇൻവോൾവ് ചെയ്യുന്ന ഓർഗാനിസം. കാർബൺ സൈക്കിളിൽ മെത്തനോജനിക് ആർക്കി, മീഥേൻ കൺസ്യൂമിങ്. നൈട്രജൻ സൈക്കിളിൽ മോഡിഫൈങ് ബാക്ടീരിയ, നൈട്രിഫൈങ് ബാക്ടീരിയ, ഡീനൈട്രിഫൈങ് ബാക്ടീരിയ. സൾഫറില് സൾഫേറ്റ് റെഡ്യൂസിങ്, സൾഫൈഡ് ഓക്സിഡൈസിങ്. ഇത് ഇത്രയും ഓർഗാനിസംസ് ആണ് ജനറലി ഇൻവോൾവ് ചെയ്യുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും സൈക്കിൾസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഓർഗാനിസത്തിന്റെ പേരുകൾ, അതായത് അമോണിഫൈങ് ബാക്ടീരിയ ഏതാണ്, ഇപ്പൊ സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയ ഏതാണ്, അങ്ങനെയൊക്കെ ഡീറ്റെയിലിംഗ് നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ടെങ്കിൽ മാത്രം ഡീറ്റെയിൽ ഓർഗാനിസത്തിന്റെ പേര് പഠിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ പഠിക്കേണ്ടത് നമുക്ക് ഏത് സൈക്കിളാണ് ഇൻവോൾവ് ചെയ്യുന്നത്, ഏത് ഓർഗാനിസം ആണ്, ആ ടൈപ്പ് ഓർഗാനിസത്തിന്റെ ഫങ്ഷൻ എന്താണ്, അത്ര ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഫുള്ള് നമുക്ക് ഗുണമുള്ള, അതായത് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ പേരുകളാണ് എല്ലാം പറഞ്ഞത്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് പാതജനിക് മൈക്രോ ഓർഗാനിസംസ്. അതായത് ഡിസീസ് കോസിങ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കോസിങ് ആയിട്ടുള്ള ഓർഗാനിസംസിനെയാണ് പാതജനിക് ഓർഗാനിസംസ്. ഡിസീസ് കോസിങ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസിനെയാണ് പാതജനിക് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഈ പാതജനിക് ഓർഗാനിസംസിനെയൊക്കെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു സബ് ഡിസിപ്ലിന്റെ പേരും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് മെഡിക്കൽ മൈക്രോബയോളജി. മെഡിക്കൽ മൈക്രോബയോളജി. ഇത്ര നേരം നമ്മൾ മൈക്രോബ്സിന്റെ ഇന്ററാക്ഷൻ, പ്ലാന്റ്സിനുള്ള ഇന്ററാക്ഷൻ, സിംബയോസിസ് എന്ന് പറയുന്നത് ഒരു അസോസിയേഷൻ ആണ്, അതായത് മ്യൂച്വൽ ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പം പാതജൻസ് എന്ന് പറയുന്നത് ഡിസീസ് കോസിങ്, അതായത് ഹാംഫുൾ ആയിട്ടുള്ള ഡിസീസ് കോസിങ് ആയിട്ടുള്ള നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്, അങ്ങനെ പഠിക്കുന്ന ആ ഒരു സബ് ഡിസിപ്ലിൻ ആണ് മെഡിക്കൽ മൈക്രോബയോളജി. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമുക്ക് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ബെനിഫിറ്റഡ് ആണെങ്കിലും ലെസ് ദാൻ 1% ഓർഗാനിസംസ് മാത്രമേ നമുക്ക് പാതജനിക് ആയിട്ടുള്ളൂ. അതായത് പൊട്ടൻഷ്യലി ഹാംഫുൾ ആയിട്ടുള്ള ഓർഗാനിസംസ് എർത്തില് ലെസ് ദാൻ 1% മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ബാക്കി എൻവയൺമെന്റിനും ഹ്യൂമനും ആനിമൽ ലൈഫിനും ഒക്കെ ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസം തന്നെയാണ്. ഇനി ഈ പാതജൻസ് രണ്ട് തരത്തിൽ ഡാമേജ് ഉണ്ടാക്കാം. പാതജനിക് മൈക്രോ ഓർഗാനിസംസ് ഡിസീസ് കോസിങ് ആണെന്ന് പറഞ്ഞു, ഇൻഫെക്ഷ്യസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് ഡാമേജ് ഉണ്ടാക്കുന്നത്? രണ്ട് തരത്തില് ഡാമേജ് ഉണ്ടാക്കും പാതജൻസ്. പാതജൻസ് ഒന്ന് എന്ന് പറയുന്നത് ടോക്സിസിറ്റി ആണ്. സെക്കൻഡ് വൺ ഇസ് ഇൻവേസീവ്നെസ്. മൈക്രോബിയൽ പാതജൻസ്, അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഏതൊക്കെ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ടോക്സിസിറ്റി. ടോക്സിസിറ്റി എന്ന് പറയുന്നത് ചില മൈക്രോ ഓർഗാനിസംസ് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ക്യാൻ ഹാം ഓർ ഈവൻ ബി ലീതൽ ടു ഹ്യൂമൻസ്. അങ്ങനെയുള്ള ചില മൈക്രോ ഓർഗാനിസംസ് എന്തെങ്കിലുമൊക്കെ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഡാമേജ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ലീതൽ ഡെഡ്ലി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നു എങ്കിൽ ആ ടൈപ്പ് അറ്റാക്കിനെ ഒരു ടോക്സിസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ പാതജൻസ് വരുത്തുന്ന ഡാമേജ് അനുസരിച്ച് നമുക്ക് രണ്ട് ടൈപ്പ് ഡാമേജുകളുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ടോക്സിസിറ്റി ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഇൻവേസീവ്നെസ്. ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ ദ മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ടോക്സിൻസ്, ഏതെങ്കിലും ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നെങ്കിൽ ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ടോക്സിസിറ്റി എന്നുള്ളത്. ഇതാണ് ഒരു ടോക്സിസിറ്റിയുടെ എക്സാമ്പിൾ ആണ്. ഈ ടോക്സിൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, എക്സോടോക്സിൻസും എൻഡോടോക്സിൻസും. എക്സോടോക്സിൻസും എൻഡോടോക്സിൻസും. എക്സോടോക്സിൻസ് എന്ന് പറയുന്നത് ദേ ആർ പ്രോട്ടീൻസ് സെക്രീറ്റഡ് ബൈ പാതജൻ. പാതജൻ എന്ന് പറയുന്നത് ഒരു മൈക്രോ ഓർഗാനിസം ആണ്. വൺസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഹോസ്റ്റ്. ഏതെങ്കിലും ഒരു അറ്റാക്ക് ചെയ്യുന്ന, ഇപ്പൊ ഒരു ബാക്ടീരിയ നമ്മുടെ ഒരു ഹ്യൂമൻ സെല്ലില്
ഇൻഫെക്ട് ചെയ്യുന്നെങ്കിൽ, ഇപ്പൊ ഇതൊരു ഹ്യൂമൻസ് അല്ലാന്ന് വെച്ചോ, ഇതൊരു ബാക്ടീരിയ വരികയാണ്. ബാക്ടീരിയ അറ്റാക്ക് ചെയ്തതിന് ശേഷം സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീനുകളെ പറയുന്ന പേരാണ് എക്സോടോക്സിൻ എന്നുള്ളത്. അതായത് ഒരു ഹോസ്റ്റ് സെല്ലില് എസ്റ്റാബ്ലിഷ് ആയി അറ്റാക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ ഹോസ്റ്റ് സെല്ലിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം മാത്രം സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് എക്സോടോക്സിൻസ് എന്ന് പറയുന്നത്. പിന്നെ എൻഡോടോക്സിൻസ് എന്ന് പറയുന്നത് ദേ മേക്കപ്പ് എ പാർട്ട് ഓഫ് ദ സെൽ വാൾ ഓഫ് ദ സെൽ ഇറ്റ് സെൽഫ്. എൻഡോടോക്സിൻസ് എന്ന് പറയുന്നത് സെല്ലിനകത്തേക്ക് സെക്രീറ്റ് ചെയ്യില്ല, പക്ഷേ അവ സെൽ വാളിന്റെ ഒരു പാർട്ടായിട്ട് മാറും. അങ്ങനെയുള്ള ടോക്സിൻസ് ആണ് എൻഡോടോക്സിൻസ് എന്ന് പറയുന്നത്. ഡയഗ്രാം കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും പറയുന്നതിനേക്കാൾ കൂടുതൽ. ഇപ്പോ ഓർത്തു വെക്കേണ്ടത്, നമ്മൾ ഇത്രയും പറഞ്ഞത് ബെനിഫിറ്റഡ് ഓർഗാനിസംസിനെ പറ്റിയാണ്. നമ്മൾ അടുത്ത കാറ്റഗറി പറയുന്നത് മെഡിക്കൽ മൈക്രോബയോളജി, അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ ഇൻഫെക്ഷ്യസ് ഓർഗാനിസത്തിന് പറയുന്ന പേരാണ് പാതജൻസ്. പാതജൻസ് ഒരു ഡാമേജ് വരുത്തുന്നത് രണ്ട് ടൈപ്പിലാണ്. ഒന്നെന്ന് പറയുന്നത് ടോക്സിസിറ്റി, രണ്ടെന്ന് പറയുന്നത് ഇൻവേസീവ്നെസ്. ടോക്സിസിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആ ഒരു മൈക്രോ ഓർഗാനിസം ഏതെങ്കിലും ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്തത് വഴിയാണ് ആ ഒരു സെല്ലിന് ഡാമേജ് വരുന്നതെങ്കിൽ അതിനെ ടോക്സിസിറ്റി എന്ന് വിളിക്കും. ഇനി ഈ ടോക്സിൻസ് രണ്ട് തരത്തിലുണ്ട്, എക്സോടോക്സിൻസും എൻഡോടോക്സിൻസും. എക്സോടോക്സിൻസ് എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റിന്റെ അകത്തേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രം സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീനുകളെയാണ് എക്സോടോക്സിൻ. ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ സെല്ലിനകത്തെത്തിയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീനുകളാണ് എക്സോടോക്സിൻ. പക്ഷെ എൻഡോടോക്സിൻ എന്ന് പറയുന്നത് സെല്ലിനകത്തേക്ക് സെക്രീറ്റ് ചെയ്യാതെ അതൊരു സെൽ വാളിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ മാറി ആ ഒരു സെല്ലിനെ ഡാമേജ് വരുത്തുന്ന ടോക്സിൻസ് ആണ് എൻഡോടോക്സിൻസ്. പക്ഷെ ഏറ്റവും കൂടുതൽ പൊട്ടന്റ് ആയിട്ടുള്ള ടോക്സിൻസ് ആണ് എക്സോടോക്സിൻസ്. അതായത് അത് സെല്ലിനകത്ത് ഉള്ളിലേക്ക് കയറിയിട്ടാണ് അത് അറ്റാക്ക് ചെയ്യുന്നത്. എൻഡോടോക്സിൻസ് താരതമ്യേന ഹാംലെസ് ആണ്. ഹാംലെസ് ടോക്സിൻസ് ആണ് എൻഡോടോക്സിൻസ്. കാരണം എക്സോടോക്സിൻസ് മിക്കവാറുള്ള ബാക്ടീരിയൽ ടോക്സിൻസ് എല്ലാം മോസ്റ്റ് പൊട്ടന്റ് ആണ്. പൊട്ടന്റ് എന്ന് പറയുന്നത് ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ടോക്സിൻസ് എല്ലാം ബാക്ടീരിയൽ ആയിട്ടുള്ള എക്സോടോക്സിൻസ് ആണ്. അപ്പൊ എക്സോടോക്സിൻസ് എക്സോ എൻഡോ എന്ന് കേൾക്കുമ്പോൾ തെറ്റിപ്പോരുത്. സാധാരണ എൻഡോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസൈഡ് എന്നുള്ള അർത്ഥത്തിലാണ്, പക്ഷെ ഇത് അങ്ങനെയല്ല. എക്സോടോക്സിൻ എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റ് സെല്ലില് ഉള്ളിലെത്തിയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന ടോക്സിൻസ് ആണ് എക്സോടോക്സിൻ. എൻഡോടോക്സിൻ എന്ന് പറയുന്നത് ഇറ്റ് മേക്കപ്പ് ഓഫ് ദ സെൽ വാൾ ഓഫ് ദ സെൽ ഇറ്റ് സെൽഫ്. സെൽ വാളിൽ തന്നെ നിന്ന് ആ ഒരു ടോക്സിനെ ആക്ടിവേറ്റ് ചെയ്ത് ആ ഒരു സെല്ലിനെ ഡെത്ത് നടത്തുന്നതാണ് എൻഡോടോക്സിൻ. ഓർത്ത് വെക്കേണ്ടത് ഏറ്റവും ഹൈലി പൊട്ടന്റ് ആയിട്ടുള്ള ടോക്സിൻസ് ആണ് എക്സോടോക്സിൻസ്. അതിൽ ബാക്ടീരിയൽ എക്സോടോക്സിൻസ് ആണ് മോസ്റ്റ് പൊട്ടന്റ്. ഇനി ഒരു എക്സാമ്പിൾ പറയാം. 1 മൈക്രോഗ്രാം ഒരു മൈക്രോഗ്രാം ഓഫ് ബോട്ടുലിനം എക്സോടോക്സിൻ ക്യാൻ കിൽ ആൻ അഡൾട്ട് മാൻ. ഒരു മൈക്രോഗ്രാം എന്ന് പറയുമ്പോൾ വളരെ ചെറിയ എമൗണ്ട് ആണ്. ബോട്ടുലിനം എന്ന് പറയുന്നത് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്നൊരു മൈക്രോ ഓർഗാനിസം, മെയിൻലി ബാക്ടീരിയ. ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്നൊരു ബാക്ടീരിയ സെക്രീറ്റ് ചെയ്യുന്ന ടോക്സിൻ ആണ് ബോട്ടുലിനം. ഇത് കാസ് ചെയ്യുന്ന ഡിസീസ് ആണ് ബോട്ടുലിസം. ബോട്ടുലിസം എന്ന് പറയുന്നത് ഒരു ഫുഡ് ഇൻഫെക്ഷൻ ആണ്. ഈ നമ്മളിപ്പോ അൺപ്രോസസ്ഡ് മീറ്റ് ചിലപ്പോൾ നമ്മൾ കേൾക്കുമല്ലോ, ഈ ഷവർമയൊക്കെ കഴിച്ചു മരിച്ചു, അങ്ങനെ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് ൊക്കെ ഉള്ള ബാക്ടീരിയാസ് ആണ് ഈ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. ആ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്സോടോക്സിൻ ആണ് ബോട്ടുലിനം. അത് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ബോട്ടുലിസം. അതൊരു ഫുഡ് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു 1 മൈക്രോഗ്രാം ഓഫ് ദിസ് ബോട്ടുലിനം ക്യാൻ കിൽ ആൻ അഡൾട്ട് മാൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ടോക്സിസിറ്റി ലെവൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടതാണ് ബാക്ടീരിയൽ എക്സോടോക്സിൻ ആയ ഈ ബോട്ടുലിനം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഓർത്ത് വയ്ക്കാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി ഫുഡ് മൈക്രോബയോളജിയുടെ എന്തെങ്കിലും ക്ലാസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടുലിസം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ ഓർത്ത് വെക്കേണ്ടത് ഈ ബോട്ടുലിനം എന്ന് പറയുന്നത് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്നൊരു ബാക്ടീരിയ സെക്രീറ്റ് ചെയ്യുന്ന എക്സോടോക്സിൻ ആണ്. അത് കോസ് ചെയ്യുന്ന ഡിസീസ് ബോട്ടുലിസം ആണ്, ഒരു ഫുഡ് ഇൻഫെക്ഷൻ ആണ്. 1 മൈക്രോഗ്രാം ഓഫ് ബോട്ടുലിനം ക്യാൻ കിൽ ആൻ അഡൾട്ട് മാൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ 1 മൈക്രോഗ്രാം വന്നാൽ പോലും
നമുക്ക് ഡെത്ത് സംഭവിക്കാൻ പറ്റുന്ന ഒരു എക്സോടോക്സിൻ ആണ് ഈ ബോട്ടിലിന്. അപ്പൊ അതാണ് ടോക്സിസിറ്റി. ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് സെല്ലിനെ ഡാമേജ് വരുത്തുന്നു. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ഇൻവേസീവ്നെസ്. ഇൻവേസീവ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് അറ്റാക്ക് തന്നെയാണ്. അതായത് ഇതൊരു ഫിഗർ ആണ് ഇൻവേസീവ്നെസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതൊരു പാതജൻ, ഇതൊരു മൈക്രോ ഓർഗാനിസം, ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം ഇതൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ അപ്പൻഡേജസ് ഒക്കെ ഉപയോഗിച്ച്, അതായത് അതിന്റെ സെല്ലിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ച്, അതിന്റെ സെല്ലിന്റെ ഓരോ ഓർഗൻസ് ഉപയോഗിച്ച് ഈ സെല്ലിനെ അറ്റാക്ക് ചെയ്ത് ഇൻഫെക്റ്റഡ് ആക്കുന്നതിനെ പറയുന്ന പേരാണ് ഇൻവേസീവ്നെസ്. അതിന്റെ ഡയറക്റ്റ് അറ്റാക്ക് എന്നുള്ളൊരു ഇതേ ഉള്ളൂ മീനിങ്. മറ്റേത് ടോക്സിൻ ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ സെക്രീറ്റ് ചെയ്താണ് അവിടെ സെല്ലിന്റെ ഡാമേജ് വരുത്തുന്നത്. പക്ഷെ ഡയറക്റ്റ് അറ്റാക്ക് ആണ് യൂസിങ് സെല്ലുലാർ അപ്പൻഡേജസ് സച്ച് ഫിംബ്രിയ ഓർ ടിലി. ഏതെങ്കിലും ബാക്ടീരിയയുടെ സെല്ലിന്റെ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത്, കണ്ടോ ഈ ഒരു സ്ട്രക്ചർ കൊണ്ട് അറ്റാച്ച് ചെയ്ത് സെല്ലിനെ ഡിവൈഡ് ചെയ്ത് ഈ സെല്ലിനുള്ളിലേക്ക് ആ ഒരു പാതജൻ കയറി. അപ്പൊ അങ്ങനെയുള്ള ഡയറക്റ്റ് അറ്റാക്ക് യൂസിങ് ദ സെല്ലുലാർ അപ്പൻഡേജസ്. സെല്ലുലാർ അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ സെല്ലിന്റെ പുറത്തുള്ള ഓർഗൻസിനെയാണ് സെല്ലുലാർ അപ്പൻഡേജസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുത്തി ഡാമേജ് വരുത്തുന്ന ഒരു പ്രോസസ് ഓഫ് ഒരു അല്ലെങ്കിൽ ഒരു ഫിനോമിനൻ ഓഫ് മേക്കിംഗ് ഡാമേജ് ആണ് ഇൻവേസീവ്നെസ്. ഇത് ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ഒക്കെ പറയുന്നതും ഇത് വായിച്ചു നോക്കിയാൽ മതി. ജസ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ടിരുന്നേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് ഫിഗർ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പാതോജനിക് മൈക്രോ ഓർഗാനിസംസ്, ടോക്സിസിറ്റി, ഇൻവേസീവ്നെസ്, എക്സോടോക്സിൻ, എൻഡോടോക്സിൻ. അതിൽ എക്സോടോക്സിൻ എസ്പെഷ്യലി ബാക്ടീരിയൽ എക്സോടോക്സിൻ ആണ് ഹൈലി പൊട്ടന്റ് ആയിട്ടുള്ള ടോക്സിൻ എന്ന് പറയുന്നത്. ഏറ്റവും ഹൈലി ആക്റ്റീവ് ആയിട്ടും ഹൈലി ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിൻസ് ആണ് എക്സോടോക്സിൻസ്. പിന്നെ ഇനി ഇൻവേസീവ്. ഇൻവേസീവ് എന്ന് പറയുമ്പോൾ ആ വേർഡ് തന്നെ ഓർക്കുക, അറ്റാക്ക് എന്നുള്ളൊരു മീനിങ് ഓർക്കുക. അതായത് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസം അതിന്റെ സെല്ലുലാർ അപ്പൻഡേജസ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത് ഒരു സെല്ലിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നതിനെ പറയുന്ന ആ ഒരു ഫിനോമിനൻ ആണ് ഇൻവേസീവ്നെസ് എന്ന് പറയുന്നത്. അതിന്റെ സെല്ലുലാർ അപ്പൻഡേജസ്, ഇതൊക്കെയാണ് സെല്ലുലാർ അപ്പൻഡേജസ്. സെല്ലുലാർ അപ്പൻഡേജസ് ഒക്കെ യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് ആ ഒരു സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ് അല്ലെങ്കിൽ ഡാമേജ്. ഇപ്പൊ ഈ ഒരു സെല്ല് ഡാമേജ്ഡ് ആയി കഴിഞ്ഞു, അറ്റാക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് ഇൻവേസീവ്നെസ് എന്ന് പറയുന്നത്. ഇനി മൈക്രോബയോളജിയുടെ കോമൺ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? കോമൺ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി സെക്ടറിൽ തന്നെയാണ്. ആന്റിബയോട്ടിക്സ്, ആൽക്കഹോൾസ്, വാക്സിൻസ് ഒക്കെ, മെഡിസിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ചിട്ടാണ്. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ദീസ് ആന്റിബയോട്ടിക്സ്, ആൽക്കഹോൾസ്. പിന്നെ ഫുഡ് ആൻഡ് മൈനിങ് മൈക്രോബയോളജി. ഫുഡ് മൈക്രോബയോളജിയിൽ ഈസ്റ്റ് ആണ് ബ്രെഡ്, ആൽക്കഹോൾ പ്രൊഡക്ഷൻ, അതായത് വൈൻ, ബിയർ, വിസ്കി ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സക്കാരോമൈസസ് എന്നുള്ളൊരു ഈസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ദ മൈനിങ് ഓഫ് കോപ്പർ, gold and few other metals relies on leaching properties in bacteria. The metabolic activities of various acid tolerant iron oxidizing ആയിട്ടുള്ള bacteria release these metals from the ores and generate leachate from അതായത് മൈക്രോ ഓർഗാനിസംസ് ഈ അയൺ ഓർ കോപ്പർ ഓർ അങ്ങനെയൊക്കെ അതിന്റെ ഓറിൽ നിന്ന്, അതിന്റെ അയിരിൽ നിന്ന് മെറ്റൽസിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആസിഡ് ടോളറന്റും അയൺ ഓക്സിഡൈസിങ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ പറയുന്നതേ ഉള്ളൂ. പിന്നെ എൻവയോൺമെന്റൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സീവേജ്. സീവേജ് എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടറിനെയാണ് സീവേജ് എന്ന് പറയുന്നത്. സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്. പിന്നെ മൈക്രോബിയൽ ബയോ റെമഡിയേഷൻ, അതായത് മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്ത് പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് മൈക്രോബിയൽ ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് മൈക്രോ ഓർഗാനിസംസിന് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു മൈക്രോ ബയോളജിയുടെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് ഇത്രയും വരുന്നത്. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിയാണ്. മൈക്രോബ്സ് എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ മൈക്രോബ്സിനെ നമുക്ക് കാണണമെങ്കിൽ only with the help of microscope. പിന്നെ മൈക്രോസ്കോപ്പിയാണ് അടുത്ത ഒരു ഇത്. അതായത് മൈക്രോസ്കോപ്സ് എന്ന് പറയുന്നത്
They are instruments that are used in laboratories to visualize every minute object, such as cells and microorganisms, giving a contrasting image that is magnified. നമുക്ക് ഭയങ്കര സൂക്ഷ്മമായിട്ടുള്ള സെല്ലുകളെയോ മൈക്രോ ഓർഗാനിസംസിനെയോ ഒക്കെ മാഗ്നിഫൈഡ് ആയിട്ട് അതിന്റെ ഒരു ഇമേജ് മാഗ്നിഫൈ ചെയ്ത് കിട്ടുന്ന ഇൻസ്ട്രുമെന്റ്സുകളെ പറയുന്ന പേരാണ് മൈക്രോസ്കോപ്പ്. ഇനി മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടെക്നിക്കൽ ഫീൽഡ് ഓഫ് യൂസിങ് ദിസ് മൈക്രോസ്കോപ്സ്. തിരിഞ്ഞു പോരുത്, കുറച്ച് ലെറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റും മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടെക്നിക്കൽ ഫീൽഡ്. The tackle of using microscopes. The art of using microscopes is called microscopy. To view samples and objects which cannot be seen with the unaided eye. Microscopy എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടെക്നിക്കൽ ഫീൽഡ് ഓഫ് യൂസിങ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ആ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ടൈപ്പ് മൈക്രോസ്കോപ്പ് ഉണ്ടെന്നാണ് നമ്മൾ ഫസ്റ്റില് പറഞ്ഞു. ആന്റൺ വാൻ ലുവൻ ഹോക്ക് മൈക്രോസ്കോപ്പിലൂടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ബാക്ടീരിയനെ കണ്ടെത്തിയത്. അദ്ദേഹം ഉപയോഗിച്ചത് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പാണ്. മൈക്രോസ്കോപ്പിനെ ജനറലി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ മൈക്രോസ്കോപ്പ്, അതായത് ഒരു സിംഗിൾ ലെൻസ് ഉള്ളതും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. അതാണ് ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ ഇവിടെ നോക്കുന്നത് ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് ഇലുമിനേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് ലെൻസ് യൂസ്ഡ്. ഏത് സോഴ്സിൽ നിന്നാണോ ഇലുമിനേറ്റ് ചെയ്യുന്നത്, അതായത് ഇലുമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിസിൽ മൈക്രോസ്കോപ്പുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ലൈറ്റ് മൈക്രോസ്കോപ്പ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓൺ ദ ബേസിസ് ഓഫ് ഇലുമിനേഷൻ ആൻഡ് ദ ടൈപ്പ് ഓഫ് ലെൻസ് യൂസ്ഡ്. മെയിൻലി ശ്രദ്ധിക്കണം ഏതിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണം. ലൈറ്റ് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. ലൈറ്റ് ഒരു സോഴ്സ് ആയിട്ട്, ലൈറ്റ് ഇസ് എ സോഴ്സ് ഓഫ് ഇലുമിനേഷൻ ആണ്. ഒപ്റ്റിക്കൽ ലെൻസുകളാണ് മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കും. ദ സോഴ്സ് ഓഫ് ഇലുമിനേഷൻ ഇസ് ലൈറ്റ്. ലൈറ്റ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ മാഗ്നിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ലെൻസുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ലൈറ്റ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കും. ഇനി അടുത്ത ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്സ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതായത് ഈ ലൈറ്റ് സോഴ്സിന് പകരം ഇലക്ട്രോൺസും ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസുകളുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കും. ഇനി ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പം ലൈറ്റ് ആണ് ഇലുമിനേറ്റ് ചെയ്യുന്ന സോഴ്സ്, ഒപ്റ്റിക്കൽ ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആകുമ്പോൾ ഇലക്ട്രോൺസും ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസുകളുമാണ് യൂസ് ചെയ്യുന്നത് as a source of illumination and മാഗ്നിഫിക്കേഷനും ഇലുമിനേഷനും വേണ്ടിയിട്ട് ഇലക്ട്രോൺസും ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നും, ലൈറ്റും ഒപ്റ്റിക്കൽ ലെൻസും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കും. ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ മറ്റൊരു പേരാണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ലൈറ്റ് മൈക്രോസ്കോപ്പ് ഇസ് അതർവൈസ് കോൾഡ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഈ ലൈറ്റ് മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ രണ്ട് ക്ലാസിഫിക്കേഷന് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ വീണ്ടും 4 സബ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഫേസ് കോൺട്രാസ്റ്റ്, ഫ്ലൂറസെന്റ്. ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ലൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ഇലുമിനേഷൻ ആൻഡ് ഒപ്റ്റിക്കൽ ലെൻസ് ഈസ് യൂസ്ഡ് ഫോർ മാഗ്നിഫിക്കേഷൻ. അങ്ങനെയുള്ള മൈക്രോസ്കോപ്പിയിൽ വീണ്ടും 4 ടൈപ്പ് മൈക്രോസ്കോപ്സ് ഉണ്ട്. ബ്രൈറ്റ് ഫീൽഡ്, ഡാർക്ക് ഫീൽഡ്, ഫേസ് കോൺട്രാസ്റ്റ്, ഫ്ലൂറസെന്റ്. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് ആർ യൂസ്ഡ് ഫോർ ഇലുമിനേഷൻ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് ആർ യൂസ്ഡ് ഫോർ മാഗ്നിഫിക്കേഷൻ. അങ്ങനെയുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ 2 സബ് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സെം ആൻഡ് ടെം, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഈ 2 ടൈപ്പാണ് ഉള്ളത്. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ. ഞാനിപ്പോൾ ഇത്രയും മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. നമുക്ക് മൈക്രോസ്കോപ്പിയും കൂടെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വാസ്റ്റ് ആവും. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ചെറിയ രീതിയിൽ നിർത്താം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ മൈക്രോസ്കോപ്പിയുടെ കണ്ടിന്യൂവേഷൻ ബാക്കി തുടങ്ങാം.
അപ്പൊ ഇന്നത്തെ ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാം. മൈക്രോസ്കോപ്പി തുടങ്ങി വെച്ചതേ ഉള്ളൂ. ഫസ്റ്റിലെ പറഞ്ഞത് മൈക്രോബയോളജി എന്താണ്, മൈക്രോബയോളജിസ്റ്റ് ആരാണ്, പിന്നെ പറഞ്ഞത് ഫാദർ ഓഫ് മൈക്രോബയോളജി ആന്റൺ വാൻ ലുവൻഹോക്ക്, ബാക്കി 4 സയന്റിസ്റ്റുമാര് ലൂയിസ് പാസ്റ്റർ, റോബർട്ട് കോച്ച്, ബെയ്ജറിംഗ്, വിനോഡ് ഗ്രാസ്കി. ഈ 4 സയന്റിസ്റ്റുമാരെ പേര് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സബ് ഡിസിപ്ലിൻസ് ആണ് മൈക്രോബയോളജിയിൽ ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ഇന്ന് തന്നെ നോക്കിയത് 2 കാറ്റഗറിയാണ്. ഒന്ന് മെഡിക്കൽ മൈക്രോബയോളജി, സെക്കൻഡ് വൺ ഇസ് മൈക്രോബിയൽ ഇക്കോളജി. പിന്നെ ഈ 2 കാറ്റഗറിയും കൂടി നമ്മൾ നോക്കി. പിന്നെ സോയിൽ മൈക്രോബയോളജി, സോയിലും മൈക്രോബിയലും തമ്മിലുള്ള ഇന്ററാക്ഷൻ പറഞ്ഞു. അക്വാട്ടിക് മൈക്രോബയോളജി, വാട്ടറും മൈക്രോബ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ പറഞ്ഞു. പിന്നെ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി നമ്മൾ മെൻഷൻ ചെയ്തു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വൈറോളജി, വൈറസിനെ പറ്റി. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലാസിഫിക്കേഷൻസ്, മൈക്രോ ഓർഗാനിസംസ് പ്രോകാരിയോട്ട്, യൂകാരിയോട്ട്. പ്രോകാരിയോട്ടിന്റെ അണ്ടറിൽ വരുന്നതാണ് ബാക്ടീരിയ, ആർക്കെ. യൂകാരിയുടെ അണ്ടറിലാണ്, യൂകാരിയോട്ടിന്റെ അണ്ടറിലാണ് യൂകാരിയ. ബാക്ടീരിയ, ആർക്കയുടെ ഷേപ്പുകൾ പറഞ്ഞു. ഷേപ്പുകൾ ഓർത്തു വെക്കുക. സ്പെറിക്കൽ, കോക്കൈ, റോഡ്, ബാസിലൈ, സ്പൈറൽ ഷേപ്ഡ്, സ്പൈറലൈൻ, സ്പൈറോക്കേറ്റ്. പിന്നെ ഈ യൂകാരിയുടെ ക്ലാസിഫിക്കേഷൻ ആണ് ഫംഗസ്, പ്രോട്ടോസോവ, ആൽഗെ. ഫംഗസിന്റെ തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഈസ്റ്റ്, മോൾഡ്. പിന്നെ പറഞ്ഞത് പ്രോട്ടോസോവൻസ് ആണ്. പ്രോട്ടോസോവൻസ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അമീബ, യൂക്ലിന, പാരമീസിയം, പ്ലാസ്മോഡിയം. ഇത്രയും ആണ് മെയിൻ ആയിട്ടുള്ള പ്രോട്ടോസോവൻസ്. പിന്നെ പറഞ്ഞത് ആൽഗയാണ്. ആൽഗയും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. നമുക്ക് ആൽഗയും നമ്മുടെ ഫുഡ് അഡിറ്റീവ്സ് ആയിട്ടും ഫുഡ് സപ്ലിമെന്റുകളായിട്ടും ആൽഗ യൂസ് ചെയ്യും. പിന്നെ അഗാർ എന്നുള്ളൊരു സോൾഡിഫൈയിങ് ഏജന്റിന്റെ മെയിൻ കോമ്പണന്റും എക്സ്ട്രാക്ട് ചെയ്യുന്നതും ഈ റെഡ് ആൽഗയിൽ നിന്നാണ്. പിന്നെ പറഞ്ഞത് വൈറസ് ആണ്. വൈറസിന്റെ മറ്റൊരു പേര്, വൈറസിനെ വിശേഷിപ്പിക്കുന്നത് ദർ ഒബ്ലിഗേറ്റ് ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റുകൾ എന്നാണ്. ദേ ആർ എ സെല്ലുലാർ ഓർഗാനിസംസ്. പിന്നെ ബാക്ടീരിയോഫേജ് എന്നാൽ എന്ത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ വൈറസ് അറ്റാക്കിംഗ് ബാക്ടീരിയ ഈസ് കോൾഡ് ബാക്ടീരിയോഫേജ്. പിന്നെ മൈക്രോബിയൽ ഇക്കോളജി പറഞ്ഞു. മൈക്രോബ്സും അതിന്റെ എൻവയൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് പറഞ്ഞു. സോയിലില് റൈസോസ്ഫിയർ സോണിലാണ് മൈക്രോബിയൽ ഇന്ററാക്ഷൻ ഏറ്റവും കൂടുതൽ. വാട്ടറിലെ സെഡിമെന്റ്സ് ആണ്. അതിൽ മെത്തനോജനിക് ആർക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്ലാന്റും ആനിമലിന്റെയും കേസിൽ വരുമ്പോൾ പ്ലാന്റ്സിലെ, അതായത് ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട് നൊഡ്യൂൾസിലാണ് മൈക്രോബ്സ് കൂടുതൽ ഇന്ററാക്ഷൻ ചെയ്യുന്നത്. നമ്മുടെ ഹ്യൂമൻസിന്റെ കേസ് എടുത്താൽ ഹ്യൂമൻ ഇൻഡസ്റ്റൈനിലാണ്, അത് ലാർജ് ഇൻഡസ്റ്റൈനിലാണ് മൈക്രോബ്സ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ പറഞ്ഞത് ന്യൂട്രിയന്റ് സൈക്ലിംഗ് ആണ്. സൈക്ലിംഗ് തന്നെ 3 ന്യൂട്രിയന്റ് സൈക്ലിംഗ് ഉണ്ട്. കാർബൺ, നൈട്രജൻ, സൾഫർ. അതിൽ ഓർഗാനിസംസ് മാത്രം ഓർത്തു വെച്ചാൽ മതി. കാർബണിനുള്ളത് മെത്തനോജനിക് ആർക്കെ, മീഥൈൻ കൺസ്യൂമിങ് ആയിട്ടുള്ളതും. നൈട്രജൻ സൈക്കിളിൽ അമോണിഫൈങ്, നൈട്രിഫൈങ്, ഡീനൈട്രിഫൈങ്, ഈ 3 കാറ്റഗറി ഓഫ് ഓർഗാനിസം. പിന്നെ സൾഫർ സൈക്കിളിൽ സൾഫർ റെഡ്യൂസിങ്ങും സൾഫേറ്റ് ഓക്സിഡൈസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ്. പിന്നെ വരുന്നത് പാത്തജനിക് ആയിട്ടുള്ള ഓർഗാനിസംസ്, അതായത് ഡിസീസ് കോസിങ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ്. അപ്പോൾ അത് പാത്തജനിക് ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന ആ ഒരു ഡാമേജ് 2 തരത്തിലാണ്. ഫസ്റ്റ് വൺ ഇസ് ടോക്സിസിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇൻവേസീവ്നെസ്. ടോക്സിസിറ്റി എന്ന് പറയുന്നത് അതൊരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്തുണ്ടാക്കുന്നത്. 2 ടൈപ്പ് ഉണ്ട്, എക്സോടോക്സിനും ഇൻഡോടോക്സിനും. എക്സോടോക്സിൻ എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റ് സെല്ലിന്റെ ഉള്ളിൽ എത്തിയിട്ട് സെക്രേറ്റ് ചെയ്യുന്നതിന് എക്സോടോക്സിനും, ഒരു സെൽ വാളിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഡിസ്ട്രക്ഷൻ നടത്തുന്നതിന് എൻഡോടോക്സിൻ എന്നും പറയും. പിന്നെ ഇൻവേസീവ്നെസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അറ്റാക്ക് ആണ്. അതായത് മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഒരു വേർഡ് എന്ന് പറയുന്നത് സെല്ലുലാർ അപ്പൻഡേജസ്. ചിലപ്പോൾ സെല്ലുലാർ കോമ്പണൻസും കോൺസ്റ്റിറ്റ്യൂൻസും എന്നൊക്കെ തന്നിട്ട് സെല്ലുലാർ, അങ്ങനെയല്ല, സെല്ലുലാർ അപ്പൻഡേജസ് ഉപയോഗിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻവേഡ് ചെയ്യുന്നത്. സെല്ലുലാർ അപ്പൻഡേജസ്, സെല്ലുലാർ ഓർഗനൽസ് എന്നോ സെല്ലുലാർ കോൺസ്റ്റിറ്റ്യൂൻസ് എന്നോ ഒക്കെ തന്നാലും സെല്ലുലാർ അപ്പൻഡേജസ് ഉപയോഗിച്ചിട്ടാണ് അവര് അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ ആപ്ലിക്കേഷൻസ് ജനറലാണ്. ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, ഫുഡിന്റെ കാര്യത്തിൽ മെയിൻ ആയിട്ടുള്ളത് ഈസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രെഡ് മേക്കിംഗ്, ആൽക്കഹോൾ പ്രൊഡക്ഷൻ, ഇവിടെയെല്ലാം ഈസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് മെറ്റൽസിനെ അതിന്റെ ഓറിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആസിഡ് ടോളറന്റ് ആയിട്ടും അയൺ ഓക്സിഡൈസിങ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് മൈക്രോസ്കോപ്പി. മൈക്രോസ്കോപ്പി തുടങ്ങി വെച്ചതേ ഉള്ളൂ, പക്ഷെ വാസ്റ്റ് ടോപ്പിക് ആണ്. ഫ്രഷ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം.
മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റും മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് ആ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ഫീൽഡിനെയാണ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഒരിക്കലും തിരിഞ്ഞു പോരുത്. മൈക്രോസ്കോപ്പ് ഇൻസ്ട്രുമെന്റും മൈക്രോസ്കോപ്പി ടെക്നിക്കൽ ഫീൽഡുമാണ്. പെട്ടെന്ന് വേഗമായിട്ട് ഓർക്കരുത്, മറന്നു വരുത്. മൈക്രോസ്കോപ്പ് അതിന്റെ ഇല്ലുമിനേഷന്റെ ബേസിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ലെൻസിന്റെ ബേസിൽ രണ്ടായിട്ട് മെയിൻലി തിരിക്കും. നമ്മൾ സിമ്പിൾ കോമ്പൗണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻ ആണ്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതാണ് ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻ. അതായത് ഇല്ലുമിനേഷന്റെയും ടൈപ്പ് ഓഫ് ലെൻസ് യൂസ് ചെയ്യുന്നതിന്റെയും ബേസിസിൽ മൈക്രോസ്കോപ്പിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ലൈറ്റ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. ലൈറ്റ് ഒരു ഇലുമിനേഷൻ സോഴ്സ് ആയിട്ടും ഒപ്റ്റിക്കൽ ലെൻസ് മാഗ്നിഫിക്കേഷന് യൂസ് ചെയ്യുന്നതാണ് ലൈറ്റ് മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺസും പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസും യൂസ് ചെയ്യുന്നതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. വീണ്ടും ഇത്രയും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ബ്രൈറ്റ്, ഡാർക്ക്, ഫേസ് കോൺട്രാസ്റ്റ്, ഫ്ലൂറസെന്റ്. ഇത് ഇമ്പോർട്ടന്റ്. ബ്രൈറ്റ് ഫീൽഡ്, ഡാർക്ക് ഫീൽഡ് ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലെ സെമ്മും ടെമ്മും രണ്ടും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം.